உயிரை கொடுத்தாவது மந்திரியோட உயிரை காப்பாற்ற வேண்டியது நம்முடைய கடமை. ஆஸ்பத்திரி சுத்தி பலத்த பாதுகாப்பு எப்பவும் இருக்கணும். ஒரு எறும்பு கூட நம்முடைய அனுமதி இல்லாம உள்ள நுழைய கூடாது. அண்டர்ஸ்டாண்ட்? பை மந்திரியோட உடல்நிலை இப்ப எப்படி இருக்கு? ஐ சி. அப்பப்ப எனக்கு தகவல் கொடுக்கணும். உங்களுக்கு என்ன சந்தேகம் ஏற்பட்டாலும் உடனே என்ன கான்டாக்ட் பண்ணணும். ഫോളോ മീ. സർ, ഡിഫൻസ് എന്നുള്ള മെസ്സേജ് ആണ്. മിനിസ്റ്റർക്ക് നേരെയുള്ള വധഭീഷണി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള മെസ്സേജ്. சஜ்ஜன், இந்த பொறுப்பை நீங்க எடுத்துக்கிறீங்க. டேக் கம்ப்ளீட் கண்ட்ரோல் ஆஃப் தி சிச்சுவேஷன். ஓகே சார். சார், இது ஆக்சிடென்ட் கேஸ். கொண்டு வா.
എടോ സെക്രട്ടറി, സർ വർഷം 3 ആയുള്ളൂ ഭരണം കൈ കിട്ടിയിട്ട്. ഇതിനിടയിൽ ഇടി 36 കഴിഞ്ഞു. 2 വർഷം കൂടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സമ്മതിക്കുകയല്ല. ഒന്ന് പതുക്കെ വിടാൻ പറയടോ. ഡോ ഒന്ന് പതുക്കെ വിടറോ. സർ, ഉലുവപ്പാറ വനഭൂമി സംരക്ഷിക്കുക. വനംവകുപ്പ് മന്ത്രി അരവിന്ദ് വഴിതടച്ചിലാണോടോ? ഇതിലും ഭേദം തിരുത്തൽവാദികൾ തന്നെയാ. ഉലുവപ്പാറ വനഭൂമി സംരക്ഷിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി രാജിവെക്കുക. മുഖ്യമന്ത്രി നീതി പാലിക്കുക. വനസംരക്ഷണ സമിതിക്കാരാ. എന്റെ ചെവി പൊട്ടിയിട്ടില്ല, മുദ്രാവാക്യവും കേക്കാം. എടോ രാജു, സർ, താൻ പോയി അവരുടെ നേതാവിനെ വിളിക്കുക. സർ. മുഖ്യമന്ത്രി രാജിവെക്കുക. ആരാ നിങ്ങളുടെ നേതാവ്? ഞാൻ തന്നെ. സിഎം വിളിക്കുന്നു. വാടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നെ ഓഫീസിൽ വന്ന് കാണൂ. സാർ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണ് ഇതൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ല. സമ്മതിച്ചു, ഞാനങ്ങ് വിഡ്ഢിയായേക്കാം. പക്ഷേ എന്റെയോ എന്റെ സർക്കാരിന്റെയോ അനുമതി ഈ വനംവെട്ടലിന് പിന്നിലില്ല. ഇത് വസ്തുതകൾക്ക് നിരക്കാത്ത വെറും ഒരു ആരോപണം മാത്രമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല സാർ. ഞങ്ങൾക്ക് ഉറപ്പ് തരണം. വനം വകുപ്പ് മന്ത്രി അരവിന്ദാക്ഷനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. ഒരു കഷ്ണം മരം പോലും മുറിക്കാൻ സർക്കാർ സമ്മതിക്കില്ല. ഗവൺമെന്റിന്റെ പോളിസിയിൽ ഉറച്ചു നിന്ന് ആരോപണങ്ങൾ അന്വേഷിക്കും, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും. മെമ്മോറാണ്ടം ഉണ്ട്, സെക്രട്ടറിയുടെ കൊടുത്തേക്ക്. ആ ഇങ്ങതാ നിവേദനം കൊടുത്തില്ലേ? ഇനി മാറി. വനം മന്ത്രി അരവിന്ദാക്ഷനെ പുറത്താക്കുക. ആരാണ് വണ്ടി തടയാൻ വന്നത്? ആർക്കാണ് വണ്ടി തടയാൻ ധൈര്യമുള്ളൂ? എന്റെ മുഖ്യമന്ത്രി വണ്ടി തടയണം. ആരാണ് എന്റെ മുഖ്യമന്ത്രി തടയുന്നത്? വേണ്ടടോ പി കെ ആർ, ഇതൊക്കെ ഇതിലുള്ളതല്ലേ? അവര് പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ, എങ്കിലും മര്യാദ വേണ്ട സാർ. താൻ വരുന്നോ? അയ്യോ, സാറ് പോയാട്ടെ. വൈകിട്ട് വീട്ടിലേക്ക് വരണം, കാണണം. ഓ, വണ്ടി വിട. നമസ്കാരം സർ. ആ, എവിടെയോ തന്റെ വനം വകുപ്പ് മന്ത്രി? ഒരു മരനടിയിൽ പ്രോഗ്രാമിന് പോയിരിക്കുകയാണ് സർ. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചോണ്ടാ മരനടിയില്. ആ കൊശവനെ എനിക്കൊന്ന് കാണണമെന്ന് പറ. അയ്യോ, ഇനി ജന്മത്തിലേക്ക് മന്ത്രിപ്പടി വേണ്ടേ? സാറിനെ അത്യാവശ്യമായി സിഎം കാണണമെന്ന് പറഞ്ഞിരിക്കുക. എന്താന്ന് കാണാൻ? പെരുമ്പാവൂർ ഇഞ്ചി കൃഷി ചെയ്ത് സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ പിടിച്ച് ഈ മന്ത്രിക്കസേര ഇരുത്തിയിട്ട് എന്റെ പാറമ്പേക്കാവിലമ്മേ, എനിക്ക് എന്റെ പഴയ ഇഞ്ചി കൃഷി മതിയേ. ഓ, നമസ്കാരമുണ്ട്. എടോ അരവിന്ദാക്ഷൻ, താൻ എന്ത് ഭാവിച്ചോണ്ടാ? താനും തന്റെ അളിയൻ ദേവരാജൻ കാരണം എനിക്കിവിടെ ഇരിക്കപ്പെടുന്നില്ലല്ലോ. ആ, ഇത് നല്ല കൂത്ത്. നിങ്ങൾ വളിയിൽ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് ഞാൻ ഈ മന്ത്രിപ്പണിക്ക് വന്നത്. അന്നേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഈ പണി പറ്റിയല്ല എന്ന്. ഞാൻ ദാ ഇപ്പൊ രാജിവെച്ചേക്കാം. എനിക്ക് എന്റെ ഇഞ്ചി കൃഷിയുണ്ട്. ഓ, എന്ന് പറയാൻ എളുപ്പമാ. കരണക്കുറ്റിക്ക് 2 കീറ് കീറിയിട്ട് സോറി എന്ന് പറയണ പോലെ. അല്ല, താൻ ആരോട് ചോദിച്ചിട്ടാ ഉലുവാപ്പാറ വനം ദേവരാജിന് പതിച്ചു കൊടുത്തത്? അത് പിന്നെ അളിയൻ പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, സിഎമ്മിന് പറ്റുമോ? എടോ, ദേവരാജ് രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആയിരിക്കും. പക്ഷെ ഈ മന്ത്രിസഭയുണ്ടല്ലോ, അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാനാ. അത് തന്റെ അളിയൻ കാരണം തകരാൻ ഞാൻ സമ്മതിക്കില്ല. താൻ ആ തീരുമാനം പിൻവലിക്കണം. ജനമാകെ ഇളകിയിരിക്കുക. ജനം ഇളകിയിട്ടുണ്ടേ അളിയനെ പഠിക്കണ്ട. എന്റെ അളിയൻ ഒരിക്കലും ജനങ്ങളെ ഇളക്കിയിട്ടില്ല, ഒതുക്കിയിട്ടേ ഉള്ളൂ, എന്നെ അടക്കം. ഇപ്പോ ജനം ഇളകിയതിന്റെ പിന്നിൽ ആരാണെന്ന് മുഖ്യ സാറിന് മനസ്സിലായി കാണുമല്ലോ. പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടർ. അതെ, ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാ. പ്രതിപക്ഷമൊന്നും പറഞ്ഞ് ചൊറിയും കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഇലക്ഷൻ ആകുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെ തല്ലിക്കൊന്നോ ബോംബ് വെച്ചു കൊന്നോ ഇവിടെ സകലാപതരംഗം ഉണ്ടാക്കും. എന്നിട്ടും തിരിഞ്ഞില്ലെങ്കിൽ തകര പോലെ മുളയ്ക്കുന്ന ഇർക്കിലി പാർട്ടിക്കാരന്റെ കയ്യും കാലും പിടിച്ച് തെണ്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കും. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഉലുവാപ്പാറ പ്രശ്നം ഒരു ജനകീയ പ്രശ്നമാക്കി നമുക്ക് മാറ്റണം. പക്ഷേ സഖാവേ, പതിച്ചു കൊടുത്ത വനഭൂമി പിൻവലിക്കാൻ മന്ത്രി അരവിന്ദാക്ഷൻ തയ്യാറായാൽ? അതിനയാൾ തയ്യാറാകില്ല സഖാവേ. അഥവാ തയ്യാറായാൽ തന്നെ ആ ദേവരാജൻ സമ്മതിക്കില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ മുഖ്യമന്ത്രിയെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ അതിനുള്ള വേദി ഒരുക്കി കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ഇളകണം, അല്ല നമ്മൾ ഇളക്കണം. അങ്ങനെ ജനങ്ങളെ ഇളക്കി ഇവിടെ ഒരു ജനകീയ വിപ്ലവം തന്നെ സൃഷ്ടിക്കണം.
എന്റെ അമ്മോ, ഇതെന്താ ഇതേത് പാർട്ടി? എന്റെ അമ്മച്ചോ, ഇത് പ്രതിപക്ഷ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ, ഇത് റോക്കറ്റ് വിക്ഷേപണ വകുപ്പ് മന്ത്രി പാറാണെന്നാ. എന്നെ അറിയില്ലെന്നോ? എടോ, റോക്കറ്റ് വിക്ഷേപണ വകുപ്പ് എന്ത്, അങ്ങനെ വകുപ്പ് ഉണ്ടോന്നോ? ഉണ്ടോ, അതിന്റെ മന്ത്രിയാണ് ഞാൻ. നാണോ ഇല്ലല്ലോ മനുഷ്യ, എന്തേ? നിങ്ങൾക്ക് എന്റെ ഭർത്താവാണെന്ന് പറയാൻ. ഇപ്പൊ എന്തുണ്ടായി? നിങ്ങൾ എന്തിനാ കിടന്ന് വിറയ്ക്കുന്നേ? ഇങ്ങോട്ട് തന്നെ. ഹലോ, എക്സൈസ് മിനിസ്റ്റർ പാർക്കുട്ടിയമ്മ ഹിയർ. ആ, ഉടനെ കുറച്ച് പോലീസിനെ ഇങ്ങോട്ട് അയക്കണം. ഓക്കെ ഓക്കെ. ഒരു റോക്കറ്റ് വിക്ഷേപണ മന്ത്രി. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു എലിവാണം പോലും വിടാത്ത നിങ്ങളാണോ റോക്കറ്റ് വിക്ഷേപിക്കുന്നത്? ഇതേ മന്ത്രി, ഒരു കാര്യം മനസ്സിലാക്കണം. ഏ? നിങ്ങൾക്കുള്ള പോലെ ഒരു വകുപ്പ് എനിക്കുണ്ട്, റോക്കറ്റ്. അതിന്റെ കഥയൊന്നും പറയണ്ട. ഇല്ലാത്തൊരു വകുപ്പിന്റെ പേരും പറഞ്ഞ് മന്ത്രി കസാലയിൽ ഇരുത്തിയതേ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള ഹോൾഡ് കൊണ്ടാ. 5 കാശിന് വകയില്ലാത്തൊരു മന്ത്രി. ഛെ, ഞാൻ എന്ത് ചെയ്യാനാ? കത്തിച്ച് മേലോട്ട് വിടുന്ന റോക്കറ്റ് അതിന്റെ ഡബിൾ സ്പീഡിലാ താഴോട്ട് വീഴുന്നത്. അതിനിടയിൽ 4 വരി പാട്ട് എഴുതി ഏതെങ്കിലും സിനിമക്കാർക്ക് കൊടുക്കാന്ന് വെച്ചാ ഈ ജനങ്ങൾ സമ്മതിച്ചേരാ. ദേ മനുഷ്യ, ഇല്ലാത്തൊരു വകുപ്പുണ്ടാക്കി മന്ത്രി കസാലയിൽ ഇരുത്തിയതേ നാട് നന്നാക്കാനല്ല, 4 കാശുണ്ടാക്കാനാ. ആ റോക്കറ്റിന്റെ വല്ല പാർട്സും മോഷ്ടിച്ച് വിറ്റൂടെ നിങ്ങൾക്ക്? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പാറുക്കുട്ടി. 4ാം ക്ലാസ്സിൽ 4 കൊല്ലം പഠിച്ച എനിക്ക് റോക്കറ്റിന്റെ ഏത് പാർട്സ് മനസ്സിലാവാനാ? എന്നിട്ട് വേണ്ടേ മോഷ്ടിച്ച് വിൽക്കാൻ? നിന്റെ വകുപ്പിലെ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന പോലെ അല്ല ശൂന്യാകാശത്തിലേക്ക് റോക്കറ്റ് കടത്തുന്നത്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി പോയോ? ഹലോ, അതെ, മിനിസ്റ്ററാണ്. റോക്കറ്റ് വിട്ടെന്നോ? ആ, വിട്ട കഥ പറയണ്ട. അത് താഴോട്ട് വരുമ്പോ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. അതിരിക്കട്ടെ, മുമ്പ് വിട്ടതിനേക്കാൾ പൊന്തിയോ? ഇല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവിടെ ഇരിക്കുന്ന ഒരൊറ്റ ശാസ്ത്രജ്ഞനും ഈ മാസം ശമ്പളം കൊടുത്തു പോരുത്. എന്നെ താഴെ ഇറക്കാനായിട്ടൊരു വകുപ്പ്. ഇവരെന്താ ചെയ്യുന്നത്? റോക്കറ്റോട് കളിക്കുക. സോജൻ, മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ പോലീസിനെ ആവശ്യപ്പെട്ടത്, അല്ലാതെ എന്റെ വീട്ടിൽ അടുക്കള പണി ചെയ്യാനല്ല. ഇതിപ്പോ സാറ് പറയുന്നത് കേട്ടാത്തൊന്നും ഞാനായിട്ട് പോലീസുകാരും കൂടെ മാറ്റിയിരിക്കുകയാണെന്ന്. ഇവിടെ സകല മന്ത്രിമാർക്ക് സെക്യൂരിറ്റി വേണം. അമ്മായിപ്പം തെറി പറഞ്ഞാലും അളിയൻ മുഖം വീർപ്പിച്ചാലും വരെ പ്രൊട്ടക്ഷൻ. മന്ത്രിമാരുടെ വീട്ടുകാര്യം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാ. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. അറിയാം സാർ. സാറ് പറയുന്ന മന്ത്രിയും മറ്റു മന്ത്രിമാരും തമ്മിൽ മുഖ്യൻ എന്നൊരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. മഹാത്മാവൊന്നും ആയില്ലല്ലോ. Stop it. ലിമിറ്റ് വിട്ട് സംസാരിക്കുന്നത് എന്തിന്റെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. തന്റെ മുഖ്യമന്ത്രി അവനായിരിക്കും, ആ ദേവരാജൻ എന്ന് പറഞ്ഞ് അയാൾ എന്റെ മുഖ്യമന്ത്രി ആവുന്നില്ല. CM-ന് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യണം. സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോഴ്സസ്. അതും വയ്യെങ്കിൽ ചാലക്കമ്പോളത്തിൽ നല്ല ഉശിരുള്ള ആമ്പിള്ളേരുണ്ട്, അട്ടിമറിക്കാര്. കാക്കിക്കുപ്പായം എന്റെ ചെലവിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. തനിക്ക് പോകാം. സാർ, ഹലോ, CM ഹിയർ. അച്ഛത് ഞാനാ. ആരെ? മഞ്ജുവോ? ആ, ഹൗ ആർ യു? ആ, ഫൈൻ ഫൈൻ. ഡൽഹിയിൽ എങ്ങനെയുണ്ട് തണുപ്പ്? ഓ, ഇവിടെ ആകെ ചൂട് പിടിച്ചിരിക്കുക. ആകെ ബഹളങ്ങളും സമരങ്ങളും. കേരള പൊളിറ്റിക്സ് ഒരിക്കലും തണുക്കില്ലല്ലോ. ഓടി എവിടുന്ന്? അച്ഛൻ ഇങ്ങോട്ട് വാ, എന്റെ കൂടെ 2 ദിവസം നിക്ക്. അപ്പൊ അവിടെ എല്ലാം ശരിയാവും. ഞാൻ ഇപ്പൊ വന്നാ തിരിച്ചു വരുമ്പം കസേര കാണില്ല. ആ, നീ ഇങ്ങോട്ട് വാ. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ഞാൻ ഈ വനനശീകരണത്തെ പറ്റി അദ്ദേഹത്തോട് സംസാരിച്ചായിരുന്നു. മുഖ്യം പറഞ്ഞ എന്താണെന്ന് അറിയാമോ സഖാക്കളെ? ഉരുവാപ്പാറ കാടുണ്ടെങ്കിൽ അത് തീർച്ചയായും സർക്കാർ സംരക്ഷിക്കും. അദ്ദേഹം പറഞ്ഞത് നേരാ.
കാറുണ്ടെങ്കിലേ കാത്തുരക്ഷിക്കാൻ പറ്റൂ. അവിടെ ഒരു കാറുണ്ടായിരുന്നു പണ്ട്. അത് ദേവരായക്കന്മാർ വെട്ടിക്കൊണ്ടുപോയി. കൊട്ടാരങ്ങൾ പണിയാനും 5 സ്റ്റാർ ഹോട്ടലുകൾ പണിയാനും. ഇതിൽ നിന്നും നമ്മൾ കഴുതകൾ എന്ത് മനസ്സിലാക്കണം സഹാക്കളെ? സർക്കാർ തന്നെ വൻകിട മുതലാളിമാരുടെ കള്ളപ്പണക്കാരുടെ നക്കാപ്പിച്ച പറ്റിക്കൊണ്ട് ഇവിടുത്തെ വിഭവസമൃദ്ധമായ വനങ്ങൾ കൊള്ളയടിക്കുന്നു. എന്നിട്ട് പേരോ അവശജന്മികൾക്ക് കൃഷി ചെയ്യാൻ ഭൂമി. എന്നിട്ട് ആരാണ് സഖാക്കളെ കൃഷി ചെയ്യുന്നത്? വിലയേറിയ തടികളും മറ്റ് വനവിഭവങ്ങളും കവർന്നെടുത്തിട്ട് ശേഷമുള്ള മണ്ണിൽ പൊന്നു വിളയിക്കുന്നത് ആരാ? ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം. ഇവിടുത്തെ ഭരണകൂടത്തെ നിലനിർത്തുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ ദുഷിച്ച ഭരണം ഇവിടെ അവസാനിക്കണം. അവസാനിപ്പിച്ചേ പറ്റൂ. അല്ല, താനിത് എന്ത് ഭാവിച്ചോണ്ടാ? കൈക്കൂലിയോ കിട്ടുന്നില്ല. 5 വർഷം തികച്ചിരുന്ന് പെൻഷൻ വാങ്ങിക്കാൻ സമ്മതിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ പാറാടാ? താൻ ആ ഉലോപ്പാറ കാര്യം പിൻവലിക്കണം. ഇല്ലെങ്കിലേ ഭരണം തയ്യുന്നതിന് മുമ്പ് എന്റെ വകുപ്പിലെ റോക്കറ്റ് പോലെ സർക്കാർ താഴെ പോവും. തനിക്ക് എന്തോന്നാടാ ഈ ഉലുവ? എനിക്കിതൊന്നും വേണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. താനെല്ലാം കൂടിയാ എന്നെ പിടിച്ച് മന്ത്രിയാക്കിയത്. പിടിച്ച് മന്ത്രിയാക്കിയപ്പോ പടയ്ക്കുന്ന ആളാന്ന് കരുതിയില്ല. ദേ, സർക്കാരിന്റെ മുഖത്ത് ചെളിവാരി തയ്ക്കരുത്. സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ നോക്കിയ അളിയൻ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റും. ഹലോ, ആര്? ദേവരാജ്. അളിയ ഇത് ഞാനാ. ഊവേ, ഇപ്പഴേ ആകെ നാറിയിരിക്കുക. ഇല്ല, ഞാനായിട്ട് തീരുമാനമൊന്നും എടുക്കില്ലല്ലോ. ഉണ്ട്, അളിയ വന്നിട്ടേ പറയൂ. ഓ, അളിയൻ നാളെ വരുന്നുണ്ടെന്ന്. അയ്യോ, ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. എനിക്ക് ഈ വകുപ്പിൽ പങ്കില്ല. ഇല്ല. കേറുന്നില്ലല്ലോ. അയ്യോ, അളിയൻ വരും വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കല്ലായിരുന്നോ ഞാൻ? CM ഒരു നിർബന്ധമാ. നമ്മളെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അയാൾ പറയുന്നത്. അളിയൻ വന്നിട്ട് ഓ, ബട്ടർസ്. എന്താ CM ഇപ്പൊ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ? ആരോപണങ്ങള് എല്ലാം കുത്തിപ്പൊക്കുന്ന അലക്സാണ്ടർ അല്ലേ? എന്റെ പൊന്നളിയ, എനിക്ക് ഈ മന്ത്രിപ്പണി വേണ്ട. സ്വസ്ഥമായിട്ട് ഞാൻ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ ആര് എപ്പോ എങ്ങനെ ഭരിക്കണം, രാജിവെക്കണമെന്ന് ഞാൻ പറയും. മനസ്സിലായോ? മുഖ്യമന്ത്രി ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ കാണാൻ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ല കമ്മീഷണർ സാർ. ദേവരാജന് ആരെയും എപ്പോ വേണമെങ്കിലും കാണാം, എവിടെയും. അല്പം തിരക്കുണ്ട്, രാവിലെ വിളിക്കൂ. ആ, തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എങ്ങനുണ്ടായിരുന്നു അമേരിക്കൻ യാത്ര? യാത്രാസുഖം എന്നേക്കാൾ കൂടുതൽ അനുഭവിച്ച CM-ന് ഇപ്പോഴത് അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങളെ കാണാൻ ദേവരാജന് അപ്പോയിന്റ്മെന്റ് വേണമെന്ന് കേട്ടു. പോലീസ് ചിട്ടകൾ ആരായാലും പാലിച്ചല്ലേ പറ്റൂ. കീഴ്വഴക്കങ്ങൾ എനിക്ക് പരിചയമില്ല. മിനിസ്റ്ററെ കണ്ടിരുന്നോ? വനം വകുപ്പ് മന്ത്രിയെ? ഉവ്വ്. എന്റെ ബിസിനസ്സിൽ നിങ്ങൾക്കെന്തോ താല്പര്യമില്ലാന്ന് കേട്ടു. എന്താ അത്? അരവിന്ദാക്ഷന്റെയും തന്റെയും തീരുമാനം കൊണ്ട് ഈ മിനിസ്ട്രി എത്തി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഉലുവാപ്പാറ വനഭൂമി പതിച്ചു കൊടുക്കാൻ പറ്റില്ല. ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറെ കാട് എന്റെ പേരിൽ തന്നാൽ തനിക്കെന്താടോ നഷ്ടം? ഓവർ സ്മാർട്ട് ആവണ്ട. താൻ ആരാന്നാ തന്റെ വിചാരം? ദൈവം തമ്പുരാനോ? അത് തന്റെ അളിയന്റെ അടുത്ത്. എന്നെ ഈ കസേര കയറ്റിയിരുത്തിയത് എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളാ, അല്ലാതെ താനല്ല. അവരെ എങ്ങനെ ഭരിക്കണമെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട.
പഠിപ്പിക്കും ദാമോദരമേനോനെ. ദേവരാജന്റെ ശീലം അത്. ഒന്നുകിൽ ദേവരാജന് വേണ്ടി ഭരിക്കുക, അല്ലെങ്കിൽ ദേവരാജന് വേണ്ടി ത്യജിക്കുക. ഈ 2 പാഠങ്ങളെ എന്റെ പുസ്തകത്തിലുള്ളൂ. ഭീഷണിയാണോ? ഫോറസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിന് CM സ്പെഷ്യൽ ഓർഡർ ഇട്ടു. ഉലുവാപ്പാറയിലേക്ക് ഇനി ആർക്കും കൊടുക്കാൻ പറ്റും തോന്നില്ല. അടുക്കാതിരുന്നാൽ 6 കോടിയാ നഷ്ടം. കരാറുകളും ഇക്കഴിഞ്ഞ വിദേശയാത്രയും ഉൾപ്പെടെ. ഏതോ ഭ്രാന്തൻ രാഷ്ട്രീയക്കാരന് ജനപ്രീതി നേടി അടുത്ത ഇലക്ഷന് ജയിക്കാൻ ദേവരാജൻ സഹിക്കണോ? വേണോടോ? പ്രതിപക്ഷം പറയുന്നത് യുക്തിയാ. അതുകൊണ്ട് അവരിപ്പോ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ തോക്കുന്നില്ല. അലക്സാണ്ടറെ സാറിന് അറിയാമല്ലോ, പറന്നു പോകുന്ന തീപ്പൊരി കിട്ടിയാൽ മതി, ആളെ കത്തിക്കും. അയാൾ പറയുന്നതല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അയാൾക്ക് കത്തിക്കാൻ ചൂടില്ലാത്ത തീയെ ബാക്കി ഉണ്ടാവൂ. അതല്ല സാറേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നനച്ചിരിക്കാത്ത സ്ഥലത്ത് അലക്സാണ്ടർ കുത്തും, കുത്തി മലർത്തും. സൂക്ഷിക്കണം സാറ്. സാറേ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കുത്തും വെട്ടുമെന്നൊക്കെ കേട്ട് ഇവര് വരുണ്ടു. അതാ ഇപ്പൊ ഇടയ്ക്ക് കയറി ഭക്ഷണക്കാരും വിളമ്പിയത്. ആ, ഇയാടെ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടോ? ആ, കരുതിയിട്ടുണ്ട്. ആ, വാട ഊണ് കഴിക്കാം. ഇനി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നാളെ. ലോറൻസ് ഡിസൂസ, എ പ്രൊഫഷണൽ കില്ലർ. ഗോവയിലെ ഒരു മറാത്തി പെൺകുട്ടിക്ക് ഒരു ആംഗ്ലോ ഇന്ത്യനിലുണ്ടായ കുട്ടി. വളർന്നത് ഗോവൻ തെരുവുകളിൽ, പഠിച്ച് സമ്പന്നനായത് അധോലോകങ്ങളിലും ജയിലുകളിലും. ഏൽപ്പിക്കുന്ന ജോലി എന്ത് ത്യാഗം സഹിച്ചും ചെയ്യാനുള്ള സന്നദ്ധതയാണ് ലോറൻസിന്റെ ഏറ്റവും വലിയ മിടുക്ക്. കഴിഞ്ഞ വർഷം ഒരു തമിഴ്നാട് മന്ത്രിയെ കൊല്ലാനായി അവൻ സ്വയം ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി. അതിലവന് നഷ്ടമായത് 2 കാൽവിരലുകൾ. ഈ സന്നദ്ധതയാണ് നമ്മൾ ലോറൻസിനെ തിരഞ്ഞെടുക്കാൻ കാരണവും. മുഖ്യമന്ത്രിയുടെ ജീവൻ ഒരു വൃത്തികെട്ട ക്രിമിനലിന്റെ തോക്കിന്റെ തുമ്പിൽ. എന്തു ചെയ്യാം, വിധി അതായിപ്പോയി. ഈ മന്ത്രിസഭയുടെ നിലനിൽപ്പ് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമാണ്. എന്നെയും എന്റെ മന്ത്രിസഭയെയും നിലനിർത്തുന്ന ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ബാധ്യത മറക്കാതെ ഞാൻ പറയുകയാണ്, ഉലുവാപ്പാറ വനഭൂമി ഈ സർക്കാർ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ പ്രശ്നത്തിൽ മന്ത്രിസഭയുടെ അകത്ത് തന്നെയുള്ള ചിലരുടെ ഒത്താശ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. അവരെ ഈ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, സ്വന്തം കുതികാൽ വെട്ടുന്ന ഈ നിലപാട് അവരുപേക്ഷിച്ചേ പറ്റൂ. ഇവിടെ ഒരു നിത്യഹരിത വനമുണ്ടായത് പ്രകൃതിയാ തന്നെയാണ്. അല്ലെങ്കിൽ ഈശ്വരൻ തന്ന വരദാനമാവാം. എങ്കിലും ഒരു സൈലന്റ് വാലി ഇവിടെ നിലനിൽക്കുന്നത് ഒരു പറ്റം പ്രകൃതി സ്നേഹികളുടെ ആത്മരോധനത്തിന്റെ ഫലമായിട്ടാണ്. ഒരു മരത്തിനു വേണ്ടി, ഒരു തണലിനു വേണ്ടി സ്വന്തം പേനയെടുക്കുന്ന ഒരു കവിയുടെയും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ തന്നെ ഞാൻ ഉറപ്പു തരുന്നു. പുതിയൊരു വനനയം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുകയാണ്. ആദ്യമായി അടയ്ക്കേണ്ടത് കാലാകാലങ്ങളിലായി പിന്തുടരുന്ന നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ തന്നെയാണ്. ഇത് വെറും ഒരു മൈതാന പ്രസംഗത്തിന് വേണ്ടിയോ കയ്യടി നേടിയെടുക്കാനോ ഞാൻ പറയുകയല്ല. പ്രതിബദ്ധതയുടെ പേരിൽ മാത്രം. കാരണം എന്നെ ഞാനാക്കിയ എന്റെ ജനങ്ങളോടുള്ള ബാധ്യതയാണ്. സ്വന്തം നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികൾ ജീവിച്ചിരുന്ന നാടാണിത്. അവരുടെ ചുടുചോരയിൽ നിന്നാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയത്. കേവലം നശ്വരമായ സുഖത്തിന് വേണ്ടി, അധികാര കസേര നിലനിർത്താൻ വേണ്ടി പൊതുമുതൽ കൊള്ളയടിക്കുന്നു. ഈ അവസ്ഥ മാറണം. വേണ്ടി വന്നാൽ സ്വന്തം നാടിനു വേണ്ടി രക്തം ചിന്തുവാൻ പോലും
മോളെ കരയല്ലേ. നാട്ടുകാരുടെ ഇടയിലുള്ള പാർട്ടിയുടെ ഇമേജ് ഇങ്ങനെ കരഞ്ഞ് നാറ്റിക്കരുത്. അടുത്ത എലക്ഷൻ എലക്ഷൻ. സമ്മേളനത്തിന് ഇറങ്ങും മുമ്പ് സാർ എന്നോട് പറഞ്ഞത് ഈ ഒറ്റ കാര്യം. മഞ്ജു വിളിച്ചാ പറയണം ഉടനെ ഇങ്ങോട്ട് വരാൻ. കാണാൻ തിടുക്കായത്രേ. ഇത് ചതിയ. 2 ദിവസം മുമ്പ് സാറിനോട് ഞാൻ സൂചിപ്പിച്ചതാ. അപ്പോ കളിയായിട്ടെടുത്തു. അവനാ അലക്സാണ്ടർ. പക്ഷേ ഇത്രത്തോളം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കിട്ടും എന്റെ കയ്യില്. ചേതയൊന്നും ഉടങ്ങട്ടെ. തുടങ്ങി. ഈ പത്രത്തിൽ അച്ചടിക്കാൻ എന്റെ മുഖം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാറായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ. കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയാവാനാ എന്റെ നോട്ടം. സാർ, മുഖ്യമന്ത്രിയുടെ കാതകരെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ? നമ്മുടെ നാടിന്റെ അഖണ്ഡതയെ തകർക്കാൻ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ച് പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടർ ആണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു അന്വേഷണ കമ്മീഷൻ ഉറപ്പാ. ചിലപ്പോ അന്വേഷണം കണ്ടിരിക്കും. അതിരിക്കട്ടെ. അരവിന്ദാക്ഷൻ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞു ഇന്ന് രാവിലെ. മന്ത്രിക്കൊക്കെ ഒരു വിലയില്ലാണ്ടായി തുടങ്ങിയോളൂ. മിനിസ്റ്റർക്ക് ബോധം വെച്ച് പറഞ്ഞപ്പോ ഞാൻ ഓടി വരികയെ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഹലോ, ചങ്കിലകത്തൊരു വിലക്കമാ. കണ്ണടച്ചാൽ അവൻ വെടിവെക്കാൻ വരുന്ന ഒറ്റ കാഴ്ചയാ. പറഞ്ഞു താൻ ഇനി ഒരു ബോധക്കേട് ഉണ്ടാക്കല്ല അരവിന്ദാക്ഷ. ഇനി എനിക്കിട്ടെന്താണോ വെടിവെക്കുക? എന്റെ പാളപ്പേക്കാവിലേ. താൻ ചുമ്മാ വേറെക്കേട് പറയാതെ. തനിക്കൊക്കെ വെടികൊള്ളുന്നതിന് മുമ്പ് ഇവിടെ വെടികൊള്ളാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അതെ അതെ, അതുപോട്ടെ. സാറിന് അന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ഞാനവനെ ശരിക്കും കണ്ടതാ. എങ്ങനെ ഇരിക്കും കണ്ടാൽ? 7 അടി പൊക്കം, തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, പെണ്ണുങ്ങളെ പോലെ. പിന്നെ കുറ്റി മീശ താടിയും. അവൻ വീഡിയോ എടുക്കുന്നത് കണ്ട ഞാൻ നോക്കിയത്. ഞാൻ അവനോട് എന്നെ എടുക്കാൻ പറഞ്ഞതല്ലേ. അപ്പോഴേക്കും പറ്റില്ലേ വെടി. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. മുഴുവൻ ഇരുട്ടായി പോയി. ഇന്നല്ലേ പിന്നെ കണ്ണു തുറക്കുന്നത്. സാറിന് ഇനി അവനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? അവൻ ജയിലിനകത്താണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എപ്പ വേണമെങ്കിലും ഞാൻ അവനെ തിരിച്ചറിയും. പുറത്താണെങ്കിൽ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒന്നും ആലോചിക്കണ്ട, റെസ്റ്റ് എടുക്കൂ. സാർ, ഇന്ന് കേന്ദ്രമന്ത്രി വരുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിൽ വൈകുന്നേരത്തെ പ്രോഗ്രാം. ഓ, പുലിവാല് നമ്മുടെ സുരേഷ് ചമ്പക്കുളം. ഇനി അയാൾ എന്തെല്ലാം വിശദീകരണങ്ങളാണാവോ ചോദിക്കുക. എന്ത് ചെയ്യാം? റോക്കറ്റ് വിക്ഷേപണ മന്ത്രിയായി പോയില്ലേ? കേന്ദ്രമന്ത്രി സുരേഷ് ചമ്പക്കുളം. സുരേഷ് ചമ്പക്കുളം കേന്ദ്രമന്ത്രി നേതാവേ, ധീരതയോടെ മരിച്ചോളൂ. കേന്ദ്രമന്ത്രി സുരേഷ് ചമ്പക്കുളം. സുരേഷ് ചമ്പക്കുളം. അങ്ങ് വന്നേ. ജനപങ്കാളിത്തത്തോടെ ഇനിയും വിമാനത്താവളം തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. പിന്നെ കുടിൽ വ്യവസായം പോലെ ഓരോ പഞ്ചായത്തിലും വരണമെന്ന എന്റെ അഭിപ്രായം. JPC റിപ്പോർട്ടിനെ പറ്റി അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കല്ലോ മോനെ. അതിന് ശേഷിയുള്ളവർ അവിടെ ഉണ്ടല്ലോ. ചമ്പക്കുളം സാർ, CM-ന്റെ കൊലയാളികളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ റെഡിയായോ? ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. നോ, അന്വേഷണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഊർജിതമെന്ന് പറയണ്ട. പാറാടൻ, എന്ത് മിനിസ്ട്രി ആണോ ഇത്? ഞങ്ങൾ വല വീശിക്കൊണ്ടിരിക്കുകയാണ് കൊലയാളിക്ക് വേണ്ടി. വല വീശാൻ ഇതെന്താ മീൻ പിടുത്താണോ? വല, ഊർജിതം എന്നീ പദങ്ങൾ പറഞ്ഞു കേൾക്കാനല്ല ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയച്ചത്. മന്ത്രിസഭയിലെ ഏക മലയാളി എന്ന നിലയ്ക്ക് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെള്ളം കുടിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ റിലീവന്റ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. കറക്റ്റ്. പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈകളാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനും. പാറാടൻ സാർ, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ സംഭവ വികാസങ്ങളാണ് എന്ന് പറയാനും എനിക്ക് മടിയില്ല. കമ്മീഷണർ, സാർ, ഒരാഴ്ചക്കകം
സാർ, എനിക്ക് കഴിക്ക്. ഡീറ്റെയിൽസ് റിപ്പോർട്ടുകൾ കിട്ടിയിരിക്കണം. സർ മനസ്സിലായോ? സർ. ഏതായാലും ഞാൻ നാളെ തന്നെ PM കാണുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏർപ്പാട് ചെയ്യും. സാർ വിദേശത്ത് വല്ല അന്വേഷണം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണം, ഞാൻ കൂടെ വരാം. പറടാ. ഓ സർ, കേന്ദ്രമന്ത്രിയുടെ സന്ദർശന ഉദ്ദേശം ഇതാ കണ്ടില്ലേ, കരിക്കും വെള്ളം കുടിക്കാൻ. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകാൻ ദേവരാജന് മടിയില്ല. കൂറുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ പോലെ നീട്ടി വളർത്തിയ മുടിയുള്ളവനെന്നാണ് മന്ത്രി അരുൺദേശം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരാളെ കിട്ടിയ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമല്ലോ. ഞാൻ പറഞ്ഞ കേസാണെങ്കിൽ 2 ലോട്ടറികൾ ഒരുമിച്ചടിക്കുന്ന പോലെ ആയിരിക്കും. കൊലപാതകം ആസൂത്രണം ചെയ്തത് പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടർ, കൊല ചെയ്തത് അലക്സാണ്ടറുടെ അനന്തരവൻ ഡാനി. ഫുൾ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. പാട്ട് കൊള്ളാം, പാടിയാടും കൊള്ളാം. ഏയ് എന്താ പോലെ വരുന്നോ? നിനക്ക് ഇതിനേക്കാൾ നല്ല പാട്ട് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ ബഹളം വെക്കാതെ. അയ്യേ. ഓടാ. എന്താടാ വേണ്ടത് നിനക്കൊക്കെ? എന്താ മനസ്സിലായില്ലേ? ഇവളെ
കമോൺ ബേബി. പാട്ടുകാരാ വാ വാ വാ, പാട്ട് പാടാൻ വാ വാ. പാട്ട് പാടാൻ മാത്രമല്ലടാ ഡാനിക്കറിയാവുന്നത്. ആഹാ, അങ്കിളോ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പോടെ വരാൻ ഇത് പാർട്ടി ഓഫീസ് ഒന്നുമല്ലല്ലോ. എനിക്ക് എന്റെ മരുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്തൊക്കെയാടാ ഇത്? ഏത്? തെരുവിൽ കിടന്ന് ചന്തപ്പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കുക, എന്നിട്ട് അതൊരു വാർത്തയായി പത്രത്തിൽ വരിക. ഛേ, നീയും കൂടെ കേൾക്കണം. എന്നാ വായിച്ചു നോക്ക്. ഈ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്ത, എന്നിട്ട് നന്നായി ജീവിക്കാൻ നോക്ക്. ഇതേ ചോദ്യം ഞാൻ അങ്കിളിനോട് ചോദിക്കട്ടെ? അങ്കിളിന് ഈ രാഷ്ട്രീയമൊക്കെ നിർത്തി ഒന്ന് സ്വസ്ഥനായിക്കൂടെ? കൊള്ളാം, നിന്റെ മറുപടി കൊള്ളാം. എടാ, അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കുവോ? ഈ മന്ത്രിക്കസര ഇരുന്നാ പിന്നെ മരിക്കും വരെ അവിടെ എങ്ങ് ഇരിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരന്റെയും ആഗ്രഹം അതാ. അങ്കിളിന് കുടിക്കാൻ ഒരു കട്ടൻ ചായ മതി മോളെ. ചായക്കോപ്പയിലൂടെയുള്ള വിപ്ലവം തന്നെ ഇപ്പോഴും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമല്ലേ അങ്കിളെ? ഓടി എവിടുന്ന്? വലിയ പത്രങ്ങൾ അടിച്ചു വരാത്തത് ഭാഗ്യം. അതിനെ ഓഹോ, അമ്മാവനും മരുമോനും കൂടെ പരസ്യമായിട്ടാണ് ഗൂഢാലോചന അല്ലേ? താൻ കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ സംഭവം? നിനക്കൊന്നും അറിയില്ലടാ റാസ്കൽ. എന്റെ അടുത്ത് വന്ന് കെഞ്ചിയിട്ട് ഒരു കാര്യവുമില്ല അലക്സാണ്ടറെ. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല. പോലീസ് പിടിച്ചോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ന്യായം കാണും. ന്യായത്തിന്റെ അന്യായത്തിന്റെ കണക്കൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ ഒന്നുകൂടെ പറയാം, അവനെ എങ്ങാനും നിന്റെ പോലീസ് ഗുണ്ടകൾ തൊട്ടാൽ ഈ നാട് മുഴുവൻ ഇളകും. അല്ല, ഇളക്കും. ആരാരെ ഇളക്കുമെന്ന് 2 ദിവസത്തിനകം കണ്ടോ താൻ? കാണാം, നമുക്ക് കാണാം. മറ്റിടത്തെ ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിയുടെ വധത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടർ ആണെന്ന് സംശയിക്കപ്പെടുന്നു. വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. വെറുതെ ഒരാളുടെ മേൽ കുറ്റം ചുമത്തുന്നതിൽ അർത്ഥമില്ല. അവൻ മാനമര്യാദക്ക് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, എന്റെ അറിവിൽപ്പെട്ടിടത്തോളം. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ട്രൂപ്പിലെ അംഗം. അങ്ങനെ ഒരാൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോ നോ, എനിക്ക് വിശ്വസിക്കാൻ പ്രയാസം. വിശ്വസിക്കണം. ലോകം മുഴുവൻ പ്രതിയാരെന്നറിയാൻ വെമ്പലുകൊള്ളുകയാണ്. ഒരു കേസിലയാളെ കെട്ടിച്ചമച്ച് പ്രതിയാക്കാൻ ഞാനത്ര മണ്ടനൊന്നും അല്ല സർ. സാറിനറിയോ, ആദ്യം അവൻ പറഞ്ഞു കൊല നടന്ന സമയത്ത് അവൻ വീട്ടിലായിരുന്നു. പിന്നെ പറയുന്നു പ്രോഗ്രാം റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഈ 2 സ്ഥലത്തും അവനുണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടറുടെ മരുമകനാണ് ഡാനി. ജനസമ്മതനായ ഒരു നേതാവാണ് അലക്സാണ്ടർ. ഇങ്ങനൊരു ചുറ്റുപാടിൽ അയാൾ അവനെ കൊണ്ട് ജയിക്കുമെന്ന് ബുദ്ധിയുള്ളവരാരും വിശ്വസിക്കില്ല. എന്തുകൊണ്ടില്ല സാർ? ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടാക്കി ചുക്കാൻ കയ്യിലെടുക്കാൻ പുകമറകൾ പലതും മുമ്പ് അയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ഇത് ചെയ്യില്ല എന്ന് സാറും ജനങ്ങളും വിശ്വസിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഏത് രാഷ്ട്രീയക്കാരാണ് സാർ നഷ്ടപ്പെടുത്തുക? തെളിവുകൾ ഉണ്ടാവില്ല എന്നും വിചാരിച്ചിട്ടുണ്ടാവും. സാറ് മുമ്പേ പറഞ്ഞല്ലോ ഡാനിക്ക് ക്രിമിനൽ ഹിസ്റ്ററി ഇല്ലാന്ന്. എങ്കിൽ അവനതുണ്ട്. ഇവരാണ് അതിനുള്ള തെളിവുകൾ. ഇന്ദ്രനും അബുവും. ഇവരെ മർദ്ദിച്ചതിന് ഡാനിക്കെതിരെയുള്ള കേസ് എന്റെ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഐ സി. തന്റെ തിയറീസ് എന്തൊക്കെയായാലും ശരി, അരവിന്ദാക്ഷൻ ആളെ തിരിച്ചറിയുമോ നോക്കട്ടെ, എന്നിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. എന്താടാ നമ്മുടെ കാറിന് സ്റ്റേറ്റ് കാർഡിന്റെ ബോർഡില്ലേ? ആർക്കും ഒരു മൈൻഡ് ഇല്ലല്ലോ. അയ്യോ, എന്താടാ ഇത്? കാളവണ്ടി പോകുന്ന പോലെയാ പോകുന്നത്. മന്ത്രിയുടെ വണ്ടി പോകുന്നത് കണ്ടാൽ ജനങ്ങൾ കെട്ടിക്കിടാന്ന് പറയണം. ഒന്ന് സ്പീഡിൽ പോ. ഞാൻ ഇവിടെ ചെന്ന് അവനെ തിരിച്ചറിഞ്ഞിട്ട് വേണം പോലീസിന് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ. ഒന്ന് ചവിട്ടി വിടെ. അങ്ങനെ വേഗം പോട്ടെ. ഓ, എന്താ വണ്ടി പിടിക്കോ?
ഏ? ഏ? ഓ അളിയനായിരുന്നു. എങ്ങോട്ട് പോകുന്നു? അറിഞ്ഞില്ലേ, സീബിനെ കൊന്നവനെ പിടിച്ചു. അവൻ തന്നെയാണോ അത് തിരിച്ചറിയാൻ പോവുക ഞാൻ. അപ്പോ തനിക്ക് ആളെ ഓർമ്മയുണ്ട്? ഹൈ, ഇത് നല്ല ചോദ്യം. ഓർമ്മയുണ്ടോന്ന്? അവനെ ഞാനല്ലേ കണ്ടത്. ഇയാളെപ്പോലെ ഇരിക്കുമോ? ഏ? അയ്യോ, ഇയാള് തന്നെ. ഇയാളല്ല, പോലീസ് സ്റ്റേഷനിലുള്ളവനാണ് യഥാർത്ഥ പ്രതി. ആ, അങ്ങനെ താൻ പറയുന്നുള്ളൂ. ഏ? മനസ്സിലായോ? ഓ. ശോ. ഉണ്ടോ? ഉണ്ട് സർ. ആ, സാർ ഇരിക്കൂ. സോജൻ സർ, കൊണ്ടുവരൂ. അയ്യോ, ഇവൻ തന്നെ ആയിരുന്നോ സാർ അത്? അതെ അതെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളമാണ് പറഞ്ഞത്. Stupid cops! I'll kill you! I'll kill you! No! You son of a bitch! You bastard! I'll kill you! എനിക്ക് ഒരു കോൺഫറൻസ് വരട്ടെ. You leave me, stupid cops! I will not leave you, bastard! അച്ഛന്റെ കൊലയാളിയെ നേരിലൊന്ന് കാണണമെന്ന് തോന്നി. I didn't do anything. നോ, യു ഡിഡ് ഇറ്റ്. എന്തിനു വേണ്ടിയെന്ന് എനിക്കറിയണം. അതിനാണ് ഞാൻ വന്നത്. അമ്മാവനെ മന്ത്രി കസേരയിൽ ഇരുത്താനായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു അച്ഛനോട് ഒഴിഞ്ഞു തരാൻ. ബട്ട് വൈ ഡിഡ് യു കിൽ ഹിം? ബാസ്റ്റർഡ്! ഞാനാരെ കൊന്നിട്ടില്ല. നിർത്തണം. അധികാരത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യിച്ച നിന്റെ അമ്മാവനോട് പറഞ്ഞേക്ക്. PK ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെ ഒന്നും വെറുതെ വിടില്ലെന്ന്. മോളെ, ഇതെന്താ ഒരു ബഹളം? സാർ, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പോകുന്നു. നിങ്ങൾ എന്നെ വെറുതെ വിടൂ. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? മുഖ്യമന്ത്രിയുടെ കൊലപാതകത്തിന് പിന്നിൽ നിങ്ങളാണെന്ന ആരോപണത്തെ പറ്റി നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഞാൻ കൊന്നോ? നിങ്ങൾ മരുമകനെ ഇതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. എനിക്കെന്താ വട്ടുണ്ടോ ഇതൊക്കെ ചെയ്യാൻ? ഇതൊക്കെ വിശ്വസിക്കാൻ ജനങ്ങൾ എത്ര വിഡ്ഢികളൊന്നുമല്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടുകയല്ലേ നിങ്ങൾ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അത്ര വൃത്തികെട്ട രാഷ്ട്രീയക്കാരല്ല ഞാൻ. ഈ ജയിലഴിക്കുള്ളിൽ നിന്റെ ജീവിതം കൂടി കുടുങ്ങിപ്പോകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പറയുകയാണ്, എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് പുറത്തു കിടക്കണം. അതിന് മനസ്സുകൊണ്ട് മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂ. മഞ്ജുവിനെ കാണാൻ ഒരു കുട്ടി വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഇരിക്കൂ. ആരാ? മനസ്സിലായില്ല. ഞാൻ ഡാനിയുടെ സിസ്റ്റർ. ചേട്ടൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. ഓഹോ, ചേട്ടന് വേണ്ടി അനിയത്തി വക്കാലത്ത് പറയാൻ വന്നിരിക്കുക. എന്നിട്ട് അമ്മാവനിവിടെ അലക്സാണ്ടർ, അയാളെ വിളിക്കാമായിരുന്നില്ലേ? എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. എനിക്ക് എന്റെ ചേട്ടനല്ലാതെ വേറെ ആരുമില്ല. എനിക്കും എന്റെ അച്ഛനല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന മനസ്സിലാക്കാൻ ഇപ്പൊ കുട്ടിക്ക് കഴിയുന്നു അല്ലേ? എന്റെ ചേട്ടനെ അറിയാത്തതുകൊണ്ടാ. വേണ്ട, ഇനി ഇതേക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുട്ടി ഇവിടെ നിൽക്കണമെന്നില്ല. യു ക്യാൻ ഗോ. പിന്നെ വ്യക്തമായിട്ട് കേട്ടോളൂ, എന്റെ അച്ഛനെ കൊന്നവരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഏത് കൊലകൊമ്പനായാലും.
ഗുഡ് ഈവനിങ് സാർ. സാറെന്താ പെട്ടെന്ന്? വരേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ താനെല്ലാം കൂടി എന്നെ വരുത്തി. സാർ ഇരുന്നാട്ടെ. വേണ്ട. ഏത് അടിസ്ഥാനത്തിലാണ് ഡാനിയെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്? കാര്യങ്ങൾ സാറിനും അറിയാമല്ലോ. എന്തറിയാമെന്ന്? സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആറ് ചെയ്ത കൊലപാതകത്തിന് കരുവാക്കപ്പെടേണ്ടത് ഞാനും എന്റെ അനന്തരക്കാരനുമാണോ? വർഷങ്ങളായി അടിയുറച്ച് ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഞാനും വിശ്വസിക്കുന്നുണ്ട് സാർ, വലിയൊരു തത്വശാസ്ത്രത്തിൽ, ദി പ്രിൻസിപ്പിൾസ് ഓഫ് ലോ. പക്ഷെ അതിവിടെ നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡാനി പ്രവർത്തിച്ചിരുന്ന മ്യൂസിക് ട്രൂപ്പിലും അവനോട് ബന്ധപ്പെട്ട മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞാൻ അന്വേഷിച്ചു. എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ മേലും കീഴുമുള്ള ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥ കുറ്റവാളിക്ക് മുമ്പിൽ സല്യൂട്ട് ചെയ്ത് ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ ഈ കസാരയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സാർ? എല്ലാം ഞാൻ തെളിയിക്കാം. ഈ ഡിപ്പാർട്ട്മെന്റിന് തലപ്പത്തിരിക്കുന്ന ഏറാൻ മൂളിയായ ആഭ്യന്തരകാര്യമന്ത്രിയിൽ നിന്ന് ഒരു ഓർഡർ എഴുതി വാങ്ങിച്ചു തരാമോ സാറിന്? എന്റെ ഡ്യൂട്ടിയിൽ ഇടപെടില്ലെന്ന്. കഴിയില്ല എന്നറിയാം. അധികാരം കയ്യിലുള്ളവനെ ഭരിക്കാനൊക്കൂ, ഇല്ലാത്തവൻ സഹിച്ചോണം. അതാണ് ഈ നാട്ടിലെ ഇന്നത്തെ നിയമം. ഡാനി, പോപ്പുലർ പോപ്പ് സിംഗർ, ഗിറ്റാറിന്റെ നാദത്തിൽ ലോകം മുഴുവൻ കീഴടക്കിയ കലാകാരൻ. ഇവിടെ പോലീസ് ലോക്കപ്പിൽ കൊലക്കുറ്റത്തിനഴികളിൽ നിന്ന പാവൻ നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അറിയാമടാ, നീ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടില്ലെന്ന്. പക്ഷേ നിന്റെ ആ മറ്റവനുണ്ടല്ലോ, അമ്മാവൻ അലക്സാണ്ടർ, അവന് കൊമ്പിത്തിരി കൂടുതലാ. അവനെ ഒതുക്കണം. കുറ്റം ചെയ്തവർക്ക് രക്ഷപ്പെടണം. എന്തു ചെയ്യാം? മാർഗം നീ മാത്രമായി പോയി. നിന്റെ ഈ പൊക്കം, പിന്നെ ഈ മുടി. ആണെങ്കിൽ പോരുത്. നിന്റെ തല ഞാൻ തകർക്കും. പിന്നെ ഒരു കടം ബാക്കിയുണ്ടല്ലോ. അപ്പോ അന്ന് നിന്റെ പാട്ടുകാരെ കമന്റ് അടിച്ചതിന് നീ ഇവരെ തല്ലി. ഇന്ന് ഇവർ തിരിച്ചടിക്കുന്നു ഇവിടെ എന്റെ കൺമുമ്പിൽ വെച്ച്. ഓ, അളിയനുണ്ടല്ലോ. അളിയോ, അളിയോ, അവൻ ചാടി. ആ ഡാനി, അവൻ രക്ഷപ്പെട്ടു. അറിഞ്ഞു. അതുകൊണ്ട് എന്റെ പറമ്പക്കാവിലമ്മേ, എന്നെയാണ് അവൻ ആദ്യം കൊല്ലാൻ പോകുന്നത്. എന്റെ പഴയ ഇഞ്ചി കൃഷി. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. താൻ എവിടെയും പോകണ്ട എന്ന് പറഞ്ഞാലെങ്കിലാ ഇവന് മതം പൊട്ടിയ അളിയൻ എങ്ങും പോകണ്ട ഇവിടെ നിൽക്കുവോ? ഓ അല്ല, ഞാൻ പറഞ്ഞത് കേറ്. കേറോ. അളിയന്റെ പെങ്ങളെ വിധവയാകാതിരിക്കാതില്ല. സാർ, എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണം സാർ. സാർ പ്ലീസ്. പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെയാണ് അവരവനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്.
ഇതിന്റെ പേര് ലോ ആൻഡ് ഓർഡർ എന്നാണെങ്കിൽ സങ്കടമുണ്ട് സാർ. സാർ, ഞാൻ അന്വേഷിക്കാം സാർ. സാർ, ഡാനി കസ്റ്റഡിന്ന് ചാടി എല്ലാരും കൂടി ചാടിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ഒടുക്കത്തെ അന്വേഷണം കമ്മീഷണറുടെ തലയിൽ. ഡാനി? അതെ, ഡാനി. പക്ഷെ ഈ നഗരം മുഴുവൻ തിരയുന്ന ഒരു കൊലയാളിയായിട്ടല്ല ഞാൻ സാറിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരപേക്ഷയുമായിട്ടാണ്. തള്ളിക്കളയാം, സ്വീകരിക്കാം. എന്നെ വിശ്വസിക്കൂ, ഞാനൊരു ക്രിമിനലല്ല. ആവാൻ എനിക്ക് പറ്റില്ല. സത്യമറിയാവുന്നവരും സഹായിക്കേണ്ടവരും ഭയന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. രക്ഷപ്പെടാമെന്ന വ്യാമോഹം എനിക്കില്ല. എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിനു മുമ്പ് ഇവളാണ് എന്റെ എല്ലാം. തെരുവിലേക്ക് ഇവളെ ഇറക്കി വിടരുത്. ഒരു ചേട്ടന്റെ അപേക്ഷയാണ്. ഞാൻ തിരിച്ചു വരുന്നവരെയെങ്കിലും ഇവളെ സംരക്ഷിക്കണം. അതെ, അത് വർക്ക് ചെയ്യില്ല. ഗാർഡുകൾ മണിക്കൂറുകളോളം ഉണരില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ ലോകം മുഴുവൻ എന്നെ ശ്രദ്ധിക്കണം. Then I start my game. ഈ ഭരണം ഭരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പിന്നെ എവിടെയായിരുന്നു? അതെനിക്കറിയണം. ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ ഇത് എവിടാന്ന് വെച്ച് അന്വേഷിക്കാന് കേന്ദ്രത്തിൽ നിന്നൊരു അന്വേഷണം. പിന്നെ എല്ലാ കൊലയാളികളും കേന്ദ്രത്തിൽ പോയി പെറ്റ് കിടക്കുകയല്ലേ അന്വേഷിക്കാൻ. എടോ, വാലാട്ടിക്കോ, പക്ഷെ തലയോട് കുറച്ചൊക്കെ ഒരു ബഹുമാനം വേണം. ഒരു മുഖ്യമന്ത്രി കൊല ചെയ്യപ്പെട്ടിട്ട് 1.5 മാസം കഴിയുന്നു. ഇവിടത്തെ നിയമത്തിനും പോലീസിനും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെയും തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അതും ഞാൻ കേന്ദ്രത്തിൽ പോയി തപ്പാം. എന്താ സാർ, പിന്നിൽ പ്രതിപക്ഷമാകുമ്പോ അതിന്റെ എടോ റോക്കറ്റ് മന്ത്രി, കുറെ കാലം ആയല്ലോടോ താൻ ഈ പ്രതിപക്ഷാരോപണം തുടങ്ങിയിട്ട്. ഇതിനെപ്പോഴാണാവോ ഒരു അവരോഹണം? എല്ലാ പ്രവർത്തകരോടുമായി പറയുകയാണ്, ആരോപണങ്ങളും അപവാദങ്ങളും അല്ല വേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകളെ ഉടനെ കണ്ടുപിടിക്കണം. പ്രതിപക്ഷത്തിന്റെ കരങ്ങളാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അത് തെളിയിക്കണം. അല്ലെങ്കിൽ ഭരണമല്ല, ഈ മന്ത്രിസഭയുടെ മരണമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്താ പി കെ? തനിക്കൊന്നും അറിയില്ല അല്ലേ? അറിയില്ലടോ. എന്റെ ദാമുകേട്ട നീയൊക്കെ കൂടെ കൊന്നു അല്ലടോ തെറ്റ്. ഇപ്പൊ പാവം പിടിച്ച പെങ്കൊച്ചിനെ പെങ്കൊച്ചിനെ സംഭവിച്ചോ? വലിച്ചോണ്ട് പോകുന്നൊരു വണ്ടിയുണ്ട്. നിന്നെ ഞാൻ അതിൽ കയറ്റും. എന്നെ വിടാൻ നീ എണ്ണിക്കോ. വണ്ടി വിടറോ? എന്താ പ്രശ്നം? കരുതിയതിനേക്കാൾ മിടുക്കനാണവൻ ഡാനി. ദാമുവിനെ വകവരുത്തിയതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത് പോലെ അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ അവനും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. കൊള്ളാം, നല്ല തണ്ടിപ്പൊരുത്തം. പക്ഷെ അതുകൊണ്ട് അവന് പ്രത്യേകിച്ച് നേടാനാ സർ? അത് കണ്ടുപിടിക്കലാണ് തന്റെ ജോലി. ഇവരുടെയും. ദേവരാജിനോടൊപ്പം നിൽക്കുന്നവർ വരുംവരായികളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ ചെറുക്കനെ വളരാൻ അനുവദിച്ചാൽ അവനൊരു പർവ്വതമാകും. ദേവരാജനത് ഇഷ്ടമല്ല. ആഭ്യന്തരമന്ത്രി വിളിക്കുക. ഹലോ, മിനിസ്റ്ററെ ഒന്ന് കിട്ടണം. ദേവരായ സാറിന് സംസാരിക്കണം. ഓച്ചാനവും ബഹുമാനവും എല്ലാം പിന്നെ, കാര്യങ്ങൾ നടക്കണം. ആ പയ്യനെ കുറിച്ചുള്ള വിവരങ്ങൾ എനിക്കറിയണം. തനിക്കും തന്റെ പോലീസിനും ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയണം. കഴിയില്ലെങ്കിൽ പറഞ്ഞോളൂ. ഗുണ്ടായിസമാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാർഗം. അതാണ് എനിക്ക് ശീലവും. സല്യൂട്ടും പത്രാസും ഒന്നും വേണ്ട. എടോ, എന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് തന്നെ ഇടുക്കിന്ന് ഇവിടെ കൊണ്ടുവന്നത്. മക്കളും പിള്ളേരും ഒക്കെ എനിക്കുണ്ടല്ലോ എന്ന് കരുതി. അത് ചെയ്തതേ തന്റെ ഗുണത്തിന് വേണ്ടി മാത്രമല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താനാ. ആ ഡാനി എന്ന് പറഞ്ഞ കള്ളക്കഴിവേറിയെ താൻ തെരഞ്ഞു പിടിച്ചോ? അയാൾ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്?
സാറിന് അറിയാവുന്ന വിവരങ്ങൾ മാത്രമേ എനിക്കും അറിയൂ. മാത്രമല്ല ഡാനി നിരപരാധിയാണെന്നാണ്. തന്റെ മറുപടി കൊള്ളാം. സ്റ്റേഷൻ ബ്രേക്ക് ചെയ്തു പോയ ഒരു പ്രതിയാണവൻ. വെറും പ്രതിയല്ല, മുഖ്യമന്ത്രിയുടെ ഘാതകൻ, മകളെ കിഡ്നാപ്പ് ചെയ്തവൻ. അങ്ങനെ ഒരു തന്നെ രക്ഷിക്കാനാണ് തന്റെ ശ്രമമെങ്കിൽ വേണ്ട, താൻ നക്ഷത്രമെന്നും. സാർ, അയാൾ നിരപരാധിയാണെന്നതിന് എന്റെ പക്കൽ തെളിവുകളുണ്ട്. നിർത്തണോ? തെളിവുണ്ടെങ്കിൽ താനത് പുഴുങ്ങി തിന്ന്. താൻ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. 24 മണിക്കൂർ സമയം. അതിനുള്ളിൽ അവനെ പറ്റിയുള്ള വിവരം എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ തന്റെ മാത്രമല്ല, ഇവിടെ പലരുടെയും തൊപ്പി തെറിക്കും. പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടോ? സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുന്ന് ഇപ്പൊ കെട്ടിയെടുത്തോണം. ജയിലിൽ ചാടിയവന്റെ ഒക്കെ കുടുംബത്തെ പോറ്റാമെന്ന് ഞാൻ വഴിപാടൊന്നും നടന്നിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എടി, അവിടെ മന്ത്രി ഹാളിളകിയിരിക്കുക. എവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ ജോലി പോകുമെന്ന് മാത്രമല്ല, ക്രിമിനൽ കേസ് പ്രതിയാവും. വല്ല അനാഥ മന്ദിരത്തിലും കൊണ്ടുവന്നാക്ക്. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. നീ എങ്ങോട്ടും പോണ്ട. ഇങ്ങേർക്ക് ചിലപ്പോ ഇതുപോലെ ഇളക്കം. അതേടി, ഞാൻ ഇളകിയിരിക്കുക. അത് നീ കാരണമാ, മറക്കണ്ട. സിമ്പതിയും സെന്റിമെന്റും ഒക്കെ നിനക്കായിരുന്നല്ലോ. ഇനി ജോലി പോകുമ്പോ കുടുംബം പോറ്റാനുള്ള വകുപ്പോടെ നീ നോക്കിക്കോ. പട്ടിണി കിടന്ന് ചാവണ്ട, ഭക്ഷണം കഴിക്കും. തന്റെ ഒരു ഭക്ഷണം ഒരുപാട് ഓവർ സ്മാർട്ട് ആവണ്ട. ആയാൽ നീ ഈ തട്ടിത്തെറിപ്പിച്ച ഭക്ഷണം ഉണ്ടല്ലോ, അതുപോലാവും നിന്റെ ജീവിതവും. കാണാൻ ഈ കാട്ടുപെണ്ണ് മാത്രമേ ഉണ്ടാവൂ. പറ, എന്തിനാണ് എന്റെ അച്ഛനെ കൊന്നത്? എന്തിനാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നത്? പറ. എന്തിനാണെന്ന് നിനക്കറിയണോ? അതിനു മുമ്പ് നീ കുറെ കാര്യങ്ങൾ അറിയണം. എന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ വന്ന് വിടൂ. നീലി, ഞാൻ വരുന്നവരെ ഇവൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. അനുഭവിക്കട്ടെ. ഒളിച്ചോടിയിട്ട് എന്തായി? ഇപ്പോ മനസ്സിലായില്ലേ നിന്റെ ഇഷ്ടത്തിന് രക്ഷപ്പെടാനാവില്ലെന്ന്?
ഒരുപാട് തവണ നീ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഞാൻ എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്നവനാണ് ഞാൻ, നീയും. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനല്ല, മറ്റൊരു ദുർമരണത്തിൽ നിന്ന് രക്ഷിക്കാൻ. സത്യം, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ലാതായപ്പോൾ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോന്നു. ഇന്നത്തെ സെൻസേഷണൽ ന്യൂസ് നിന്റെ തിരോധാനമാണ്. ഇനിയും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. നിനക്ക് നിന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം, വേണ്ടേ? കയറിയിരുന്നോളൂ. എവിടെയോടോ തന്റെ മറ്റേ തിരുത്തൻ? ഡൽഹിക്ക് പോയിരിക്കുക. ആ, ഇനി പ്രധാനമന്ത്രിയെ തിരുത്താനായിരിക്കും പോയിരിക്കുന്നത്. മന്ത്രി കളിയാക്കൊന്നും വേണ്ട. ഒരാവശ്യം വന്നപ്പോ ഞങ്ങളുടെയൊക്കെ സഹായം വേണ്ടി വന്നല്ലോ. നമ്മുടെ പ്രിയങ്കരനായിരുന്ന നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ദാമോദര മേനോന്റെ വേർപാടിന് ശേഷമുള്ള പാർട്ടിയുടെ അനിശ്ചിതത്വം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു ഘട്ടത്തിൽ അടുത്ത നേതാവ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ യോഗം വിളിച്ചു കൂട്ടിയത്. നമുക്കെല്ലാവർക്കും സമ്മതനായ നല്ല ഉഷാറും ചുറുചുറുക്കുമുള്ള ഒരാളായിരിക്കണം നമ്മുടെ ഈ നാട് ഭരിക്കേണ്ടത്. ആയതിനായി നിങ്ങൾക്കെല്ലാവർക്കും സ്വീകാര്യമാകും എന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീമാൻ അരവിന്ദാക്ഷിന്റെ പേര് ഞാൻ നിർദ്ദേശിക്കുന്നു. താനെന്ത് വിവരക്കേടാണ് പറയുന്നേ? എന്നെ കൊണ്ട് ഈ മുഖ്യമന്ത്രി പഠിക്കൊന്നും വയ്യേ. ഉള്ളതല്ല കളിയായിരിക്കേ ഞാൻ. താൻ ദേവരാജൻ പറഞ്ഞത് മറക്കണ്ട. മന്ത്രി പറയുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കുറച്ചുകൂടി കഴിവുള്ള ഒരാളെ മുഖ്യമന്ത്രി ആക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിൽ കൂടുതലൊന്നും വിവരം വേണ്ട നേതാവേ മുഖ്യമന്ത്രിയാകാൻ. താൻ ഒരുപാട് കാട് കയറുകയും വേണ്ട. അരവിന്ദാക്ഷൻ തന്നെയാ അടുത്ത മുഖ്യമന്ത്രി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ലോ. ഇപ്പൊ ഞങ്ങൾ തന്നെയാ തീരുമാനിക്കുന്നത്. ആർക്കും ഒരു സംശയവും വേണ്ട. ഇത് ജനാധിപത്യ വിരുദ്ധമായ തീരുമാനമാണ്. അങ്ങനെ ഇപ്പൊ ഒരു ഗ്രൂപ്പിന്റെ മാത്രം ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നു. പൊതുവെ നമുക്ക് ഒന്നിച്ചിരുന്നു ചിന്തിച്ചിട്ട് ഇനി ഒരു ചിന്തയില്ല. ഇയാളാണ് ഇനി മുഖ്യമന്ത്രിയെങ്കിൽ ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിക്കുന്നു. ബഹിഷ്കരിച്ചിട്ട് പോടാ. എടാ നീയല്ലേ പോയ ഒരു കറങ്ങി പോണല്ലേ? എടാ നീയൊക്കെ പോയാൽ ഒരു ചുക്കില്ല. നീയൊക്കെ പോയാലേ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോയില്ല. അസംബ്ലി അല്ല, പാർട്ടി ദേവരാജൻ പറഞ്ഞു എന്ന് പറയാൻ എന്താ തന്റെ നാവ് ഇറങ്ങിപ്പോയോ? അയ്യോ, ഞാൻ പറഞ്ഞു. അവന്മാര് സമ്മതിക്കണ്ടേ? ആ തിരുത്തനാ അവന്മാരുടെ നേതാവ്. എന്റെ പൊന്നളിയാ, നമുക്ക് ഈ കളി വേണ്ട. ഉള്ള വനം വകുപ്പ് തന്നെ വല്ല കാട്ടിലും കൊണ്ട് കളഞ്ഞാലോ എന്ന് ആലോചിക്കുക ഞാൻ. വേണ്ട, താൻ അങ്ങനെ ത്യാഗങ്ങളൊന്നും ചെയ്യണ്ട. പറയുന്നത് അനുസരിക്കുക. അതിനാണ് തനിക്ക് ഞാനൊരു പദവി തന്നിരിക്കുന്നത്. ഇനി ഞാൻ കാര്യങ്ങൾ ഏറ്റെടുക്കും. അക്രമം നടത്തുന്ന ഈ കൈ കൊണ്ട് ഭരണചക്രം തിരിക്കാനും അറിയാം. ഒരു മാസം, ഒറ്റ മാസത്തിനുള്ളിൽ ഞാനായിരിക്കും ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി. എനിക്കതിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. സാരമില്ല. മന്ത്രി കസേരയിലിരിക്കുന്ന ഓരോരുത്തരും പാലും തേനും കൊടുക്കാൻ ഞാൻ മുടക്കുന്നതിൽ ലക്ഷങ്ങളാ. അപ്പോ ദേവരാജൻ പറയുന്ന പോലെ കേൾക്കണം. ചൂണ്ടിക്കാണിക്കുന്നവരെ കൊല്ലണം. അല്ലെങ്കിൽ പിന്നെ എന്റെ ലക്ഷങ്ങൾക്ക് എന്താ വില? പിന്നല്ലാതെ. അതിപ്പോ ദേവരാജൻ പറയുന്നത് പോലെ ഭരണം നടന്നില്ലെങ്കിൽ ഭരണം ഞാൻ നടത്തും. എന്താ? അത് ഞങ്ങൾക്കറിയാം. ഞാൻ മുടക്കുന്ന ലക്ഷങ്ങൾ എനിക്ക് വേണ്ടി മാത്രം മതി. ഇനി എല്ലാത്തിനോടും പറഞ്ഞേക്ക്. ഒരു മാസം, കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 31-ാം തീയതി ദേവരാജൻ മുഖ്യമന്ത്രിയാവും. ആയിരിക്കും. ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. രാഷ്ട്രീയ കളരിയിലേക്ക് ദേവരാജന്റെ രംഗപ്രവേശം. ഇതാണ് പറ്റിയ അവസരം. കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ ഇനി തിരിച്ചു പോകണം.
മഞ്ജുവിന്റെ പ്രവർത്തന മണ്ഡലം അവിടെയാണ്. മാഡം ഒരു നിമിഷം, ഇത്രയും നാളെ നിങ്ങൾ എവിടെയായിരുന്നു? മാറിക്കൊന്ന് മാഡം ഒന്ന് ചോദിച്ചു. അജ്ഞാതവാസത്തെ കുറിച്ച് ഒരു വാക്ക്. അല്ല മാഡം, നിങ്ങൾ വല്ല ഒളിസങ്കേതത്തിലെ മറ്റോ ആയിരുന്നോ? മാഡം ഞങ്ങൾ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. പറയൂ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? മാഡത്തെ ആരാ തട്ടിക്കൊണ്ട് പോയത്? എന്നെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. അതെല്ലാം ചില തൽപര കക്ഷികളും അവരെ താങ്ങുന്ന പത്രങ്ങളും ഉണ്ടാക്കുന്ന കഥകളാണ്. അച്ഛന്റെ മരണവുമായി ഈ തിരോധാനത്തിന് ബന്ധമില്ലെന്നാണോ? തിരോധാനത്തിന് ബന്ധമില്ലെങ്കിലും അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഡാനിയാണോ ഉദ്ദേശിക്കുന്നത്? അയാൾ നിരപരാധിയാണ്. അച്ഛനെ പോലെ അയാളെയും കരുവാക്കുകയായിരുന്നു. പിന്നെ ആരാണ് കൊലയ്ക്ക് പിന്നിൽ? ദേവരാജ്. അയാളാണ് എന്റെ അച്ഛനെ കൊന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് പറഞ്ഞാൽ? എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല. ഇലക്ഷന് നിൽക്കണമെന്നും ആഗ്രഹമില്ല. ദേവരാജിന്റെ ചന്ദനം കള്ളക്കടത്തിനും മറ്റും കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അയാൾ എന്റെ അച്ഛനെ കൊലപ്പെടുത്തി. അതിന് തെളിവുണ്ടോ? ഞാൻ തെളിയിക്കും. ദേവരാജിനെയും ഇതിന് പിന്നിൽ അയാളെ സഹായിച്ച എല്ലാ പകൽ മാന്യന്മാരുടെയും യഥാർത്ഥ മുഖം ഞാൻ പുറത്തു കൊണ്ടുവരും. കഴിവേറ്റാൻ അവളുടെ ഒരു പത്രസമ്മേളനം നിസ്സാരമായിട്ട് എടുക്കണ്ട സർ. വണ്ടി കേട്ട പോക്കായത്. പത്രങ്ങൾ എഴുതിയത് പത്രങ്ങളെ കൊണ്ട് തന്നെ തിരുത്തിപ്പിക്കും. അത് വലിയ കാര്യമൊന്നുമല്ല. അവനെ പൊക്കണം. അത് തനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. ദേവരാജൻ ഒരു പരിധിവരെ ക്ഷമിക്കൂ. അർത്ഥം മനസ്സിലായല്ലോ? എങ്കിൽ അവളോടും പറഞ്ഞേക്ക്. പത്രം കിട്ടിയ ഉടനെ എനിക്ക് വരാൻ പറ്റിയില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു വിശദീകരണ യോഗം. എനിക്ക് സന്തോഷമുണ്ട് മോളെ. ഇവിടെ പലരും പറയാൻ മടിക്കുന്ന കാര്യം നീ വെട്ടിത്തുറന്ന് പറഞ്ഞു. ആരോപണങ്ങളിൽ കുടുങ്ങി ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു. നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് മോളെ? സത്യം അറിയാൻ വൈകി, പക്ഷെ അറിഞ്ഞപ്പോ ഒരുതരം വാശിയായി. ദേ മോള് സൂക്ഷിക്കണം. ദേവരാജൻ വെറുതെ ഇരിക്കില്ല. അറിയാം. അലക്സാണ്ടറെ, അഭിനന്ദനോ ഔദാപറിച്ചോ ഒന്നും വേണ്ട. ഇപ്പോഴും കച്ചിത്തുരുമ്പും താൻ കേറിയിട്ടില്ല. താനിവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടേ. ഒരുപാട് തല്ലുകൊണ്ടും ജയ് വിളിച്ചും പല്ലു കൊഴിഞ്ഞപ്പോ ഒരാശ്രിതനെ പോലെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു. താൻ എന്നെ കളിയാക്കി ഒന്നും വേണ്ട പി കെ. താനായിരുന്നല്ലോ എന്നെ ഏറ്റവും കൂടുതൽ സംശയിച്ചത്. ഇപ്പൊ അത് മാറിയല്ലോ. താൻ നോക്കിക്കോ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ദേവരാജന്റെ നെറുകയിലെ ഒരാണി എടുപ്പിക്കും. പിന്നെ ഈ ജനസേവരെന്ന് പറയുന്നവന്മാരുണ്ടല്ലോ, അവന്മാരെ ഞാൻ കടുകണ തേപ്പിച്ച് കുളിപ്പിക്കും. താൻ കണ്ടോ, ഈ ന്യൂസ് കൊണ്ട് ഞാനൊരു കലക്ക് കലക്കും. വരട്ടേടോ. വരട്ടെ മോളെ. കമ്മീഷണർ സാറല്ലേ? അച്ഛൻ ഓഫീസിൽ നിന്ന് എത്തിയിട്ടില്ല. ആരാ? ഞാൻ മഞ്ജു. എനിക്ക് മിനി ഒന്ന് കാണണം. കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. ഡാനി വിളിച്ചിരുന്നു നിങ്ങൾ വരുന്ന കാര്യത്തിന്. വരൂ, ഇരിക്കൂ. മിനി ഏയ്, എന്താ ഇത്? ചേട്ടൻ. ഡാനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ആ സ്ഥാനത്ത് ഞങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതിയാൽ മതി. അച്ഛൻ വന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇപ്പൊ നിങ്ങളാണല്ലോ ഇവിടുത്തെ സെൻസേഷണൽ ന്യൂസ്. മിനിയെ കാണാനും അവൾക്ക് ആശ്രയം നൽകിയതിന് ഡാനിക്ക് വേണ്ടി നന്ദി പറയാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. ഒരു വിരോധവുമില്ല. പക്ഷേ ഒരു നന്ദി വാക്കും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് ഇറങ്ങിപ്പോവാം. ഇതിന്റെ ഒരു അവസാനം എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. സർ, ഞങ്ങൾ തർക്കിക്കാനോ ബുദ്ധി ഉപദേശിക്കാനോ ഒന്നും വന്നതല്ല. സാറിന്റെ പരിപൂർണമായ പിന്തുണ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വേണം. കാര്യങ്ങൾ കലാശക്കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഡാനി ഇപ്പൊ എവിടെ ഉണ്ട്? ഓ, രഹസ്യമായിരിക്കും അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവളെ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ അവനെ എൻകറേജ് ചെയ്യണമെന്ന് കരുതരുത്. അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തോന്നി, പിന്നെ ഇവളുടെ ഒരു അവസ്ഥയും കണ്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. പക്ഷേ നിയമത്തിനെതിരായിട്ട് ആരെന്ത് ചെയ്താലും എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. അത് മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും. താമസിയാതെ ഡാനി വരും മിനിയെ കൂട്ടിക്കൊണ്ടു പോവാൻ. അതുവരെ ഇവിടെ കുട്ടി ഇവിടെ നിന്നോളൂ അല്ലേ? ഞങ്ങൾ ഇറങ്ങട്ടെ.
വരൂ. വരട്ടെ. മഞ്ജു, കുട്ടി സൂക്ഷിക്കണം. ആ Stop! Stop! അജ്ഞാതവാസമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാ ശരിക്കും തരപ്പെട്ടത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദേവരാജനെതിരായി കമാന്നൊരക്ഷരം മിണ്ടരുത്. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ നേരെയാണ് നിന്റെയൊക്കെ ഉന്നമെങ്കിൽ ഖേദിക്കേണ്ടി വരും. താനും തന്റെ ദേവരാജൻ എന്ത് ചെയ്യുന്നു? ഒരു കോപം ചെയ്യില്ല. മിണ്ടരുത്. മിണ്ടിയ കയ്യും കാലും തല്ലി ഓടിച്ച് ഓടയിലെറിയ ഞാൻ. തനിക്ക് തല്ലാൻ മുട്ടുന്നേക്കാനെ തള്ളോ? തല്ലാൻ കള്ളച്ചിരിയുമായി പണച്ചാക്കൾക്ക് മുന്നിൽ ഏറാൻ മൂളി നിൽക്കുന്ന കഞ്ഞി കതറന്മാരെ നീയൊക്കെ കണ്ടുള്ളൂ. നിനക്കൊക്കെ ഈ യൂണിഫോമിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് നേടിത്തരാൻ വേണ്ടി രക്തസാക്ഷികളായവരുടെ ചോരയുടെ മണമുണ്ട് ഇപ്പോഴും ഈ കുപ്പായത്തിന്. അത് നിനക്കും നിന്റെ ദേവരാജൻ ഞാൻ മനസ്സിലാക്കി തരും. ഇനി നിനക്ക് തടയണ തടയടാ. തടഞ്ഞ വെട്ടി മാറ്റും ഞാൻ ഈ കയ്യ്. രാഘവേട്ടാ, ഇതിന്റെ എല്ലാം പിന്നിൽ ആ കമ്മീഷണറാ. ഡാനി എവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. ആ പെണ്ണിനെ അവിടെ ഒളിവിൽ പാർപ്പിച്ചിട്ട് അവൻ ചുമക്കാൻ പോകുന്ന കുരിശിന്റെ ഭാരം അവൻ അറിയില്ല. ഒരു വിധത്തിൽ അത് നന്നായി. ഡാനി അവനെ പൊക്കാൻ വഴി എളുപ്പമായി. ഹലോ ദേവരാജിയ. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. ഇങ്ങനെ പരിചയപ്പെടേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഒരു പോലീസ് ഗുണ്ടയെ വിട്ട് എന്നെ ഭീഷണിപ്പെടുത്തേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായത് കഷ്ടമാണ്. നിങ്ങൾ പറഞ്ഞയച്ച പോലെ ഇത് ഭീഷണിയുടെ സ്വരമല്ല. എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നതിലുള്ള പ്രതികാരത്തിന്റെ തുടക്കമാണ്. എന്റെ അടുത്ത നീക്കം നിങ്ങളുടെ ഒരു ചിറക് കൂടി ഒടിക്കലാണ്. അതിനുശേഷം നമുക്ക് നേരിട്ട് കാണാം. ഗുഡ് ലക്ക്. ഇതുവരെ നഷ്ടം എനിക്കായിരുന്നു. ഇനി ദേവരാജിന്റെ നഷ്ടങ്ങൾ ഒരു ലോഡ് ചന്ദനത്തടിയോടുകൂടി ഡാനി ആരംഭിക്കുന്നു. Get up. Get up. Come on. ഒരു ലോഡ് ചന്ദനം പോയാൽ ദേവരാജന് പുല്ല. പക്ഷെ തോൽവി ദേവരാജൻ സമ്മതിക്കില്ല. ഇന്ദ്രൻ, സർ, RTO വിളിക്ക്. പിടിച്ച ലോറികൾ നമ്മുടേതാണെന്നുള്ള സർവ്വ തെളിവും നശിപ്പിക്കണം. സർ. RC ബുക്കിൽ എന്റെ പേരിന് പകരം വേറൊരുത്തന്റെ പേരുണ്ടാവണം. പ്രതിപക്ഷ നേതാവ് അലക്സാണ്ടറുടെ. വേണ്ട, എനിക്കൊരു മറുപടിയല്ല വേണ്ടത്. നീ അവനും ചേർന്ന് തകർത്തത് എന്റെ രാഷ്ട്രീയ ജീവിതമാണ്. 36 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ ഇമേജ്. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളോട് ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട. ഇതിനും ഭേദം നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നില്ലേ? അച്ഛന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്. അങ്കിൾ എന്നെ വിശ്വസിക്കണം, സഹായിക്കണം. സഹതാപം കേൾക്കാനും പറയാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. മരിച്ചു അച്ഛന്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിത്വം, പിന്നെ കുറെ സഹതാപ വോട്ടുകൾ. സഹായത്തിന് അവനും ഉണ്ടല്ലോ. അങ്കിൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ശിക്ഷിച്ചോളൂ.
പക്ഷെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും കണ്ട ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരന്റെ മനസ്സ് വെറും ഒരു തേർഡ് റേറ്റ് ഗുണ്ടയുടെ ആരോപണങ്ങളിൽ തകർന്നു വീഴരുത്. ആദർശം പറയാൻ എളുപ്പമാ, പക്ഷെ തകർന്നു വീണത് എന്റെ ജീവിതമാ. ഒരുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല. അലക്സാണ്ടർ അവനോട് പറഞ്ഞത്. അങ്കിൾ, അങ്കിൾ, ഞാൻ പറയുന്ന ഒന്ന്. പാർട്ടിക്ക് ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഗ്രൂപ്പ് വഴക്കും തൊഴുത്തിൽ കുത്തും കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെ ഇമേജിനെയാണ് ബാധിക്കുന്നത് എന്ന് ഓർക്കണം. അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും സമ്മതനായ സ്വതന്ത്രനായ ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞു. പറയണം. ഞാൻ ദേവരാജിന്റെ പേര് നിർദ്ദേശിക്കുന്നു. സന്തോഷം, ഞാനും പിന്നാകുന്നു. ഇത് ഭ്രാന്താണ്. ഇയാളെ മുഖ്യനാക്കാൻ ഞാനും എന്റെ ഗ്രൂപ്പും സമ്മതിക്കില്ല. എന്ത് യോഗ്യതയാണ് ഇയാൾക്കുള്ളത്? പാർട്ടിയിൽ ഒരു മെമ്പർ പോലും അല്ലാത്ത ദേവരാജ് ഇയാളെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത്? ദേവരാജൻ 6 മാസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കുന്നെങ്കിലോ? ഒരു ഗുണ്ട ഭരിക്കാൻ മാത്രം നമ്മുടെ നാടൊന്നും തരം താണിട്ടില്ല. അതിന് നമ്മളിട്ട് സമ്മതിക്കുകയില്ല. ബനാന റിപ്പബ്ലിക് അല്ല കേരളം. അരവിന്ദാക്ഷനെ മുഖ്യമന്ത്രിയാക്കണം. അയ്യോ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ അടുത്തൊന്നും നക്കാപ്പിച്ച വാങ്ങിച്ചിട്ടില്ലാത്ത ഒരുത്തനും ഇവിടെ ഇല്ല. എതിർക്കുന്നവൻ ഒരു കാര്യം മനസ്സിലാക്കണം, എതിർപ്പ് ശത്രുതയ്ക്ക് കാരണമാകും. ശത്രുവിനെ ദേവരാജ് മറക്കുന്ന പ്രശ്നമില്ല. പിന്നെ നിങ്ങളാരും എനിക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാരണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വരുന്ന ഡിസംബർ 31 സമയം പിന്നെ അറിയിക്കാം. എന്താ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എന്താ എതിർപ്പുണ്ടോ? സിംഹം ജനിച്ചാൽ ജയിച്ചിരിക്കും. ദേവരാജനും അവന്മാർക്ക് എന്തൊരു മുഷ്കായിരുന്നു. ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ ഇരുന്നവരെ അളിയൻ എഴുന്നേറ്റപ്പോ കമാലൊരു അക്ഷരം പിടിയില്ല. അയ്യോ, ദേവരാജ് മുഖ്യമന്ത്രി. ഥു. എടാ കള്ള കഴിവേറി, എന്റെ ദാമുവേട്ടനെ കൊന്നിട്ട് ആ സ്ഥാനത്ത് കയറിയിരിക്കാനുള്ള നിന്റെ മോഹം ഉണ്ടല്ലോ, ഈ PK ജീവിച്ചിരിക്കുമ്പോൾ നടക്കുകയല്ല. രാഘവ, എന്നോട് ബലപരീക്ഷണം വേണ്ട. നിന്നോട് തന്നെയാ ബലപരീക്ഷണം. നിന്റെ കൂടെ പോലീസിനെ കഷത്തിൽ വെച്ചോണ്ട് ഈ ഏറാമൂടി ആഭ്യന്തരമന്ത്രിയും കുറച്ച് പണവും ഉണ്ടെന്ന് കുറച്ച് അഹങ്കരിക്കണ്ട. ഇതൊക്കെ നേരിടാൻ ചങ്കൂറ്റോണ്ട് PK കേട്ടോ. PK അനാവശ്യം പറയരുത്. എടോ, പണ്ട് തൊഴിലൊന്നുമില്ലാതെ മുച്ചീട്ട് കളിച്ച് നടന്ന താൻ എന്നാണ് ഉപ്പുവെട്ട് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയത് ഈ PKക്ക് ഭംഗിയായിട്ട് അറിയാം. എനിക്ക് വേണമെങ്കിൽ തന്നെക്കാ വലിയ മന്ത്രിയാകായിരുന്നു. പക്ഷേ തനിക്കില്ലാത്തൊന്നും എനിക്കുണ്ട്, ഉളുപ്പ്. രാഘവൻ, ഖേദിക്കേണ്ടി വരും. താൻ എന്തിന് വെറും ഒരു ബലിയാടാവുന്നു? തെളിവുകൾ സംസാരിക്കട്ടെ. തെളിവുകളാണ് പ്രധാനം. പടാ. ഡാനി, അവനെ പുകച്ച് പുറത്ത് ചാടിക്കണം. മാർഗമൊന്നു മാത്രം, മിനി. ഞാൻ CI സോജൻ. ആ വരൂ, കയറിയിരിക്കേ. അയ്യോ വേണ്ട, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് സാറ് പറഞ്ഞിട്ട് വന്നതാ. മിനിയുടെ ബ്രദർ ഡാനി സാറിന്റെ അടുത്തുണ്ട്. മിനിയെ ഡാനിക്കൊന്ന് കാണണം. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ സാറിനെ അയച്ചതാ. പേടിക്കണ്ട, വേണമെങ്കിൽ സാറിനെ വിളിച്ച് കൺഫേം ചെയ്തോളൂ. അതല്ല, ഞാൻ ഇപ്പൊ മിനി ചേച്ചി വിളിക്കാം. ഓ, ചേട്ടൻ എവിടെയാ? സ്റ്റേഷനിലുണ്ട്. കുട്ടി ജീപ്പിൽ കയറുള്ളൂ.
ഇവിടെ ആരും ഇല്ലാത്തോണ്ടാ, ഇല്ല ഞാനും കൂടി വരായിരുന്നു. കുട്ടി പറയിടാവണ്ട, ഞാനല്ലേ ഒപ്പം ഉള്ളത്. നമ്മൾ തമ്മിൽ ആദ്യമായി കാണുകയാണ്. ഇപ്പോഴേ തരപ്പെട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ സുന്ദരിയാണ് നിങ്ങൾ. ചെയ്ത പ്രവൃത്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനൊത്ത രൂപം. കൊള്ളാം, എനിക്കിഷ്ടായി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്ന് കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. സന്തോഷായി. പിന്നെ ആദ്യമായി കാണുമ്പോൾ ഒരിഷ്ടത്തിന് എൻ്റെ ഒരു ചെറിയ സമ്മാനം. അത് സ്വീകരിക്കണം, വേണ്ടെന്ന് പറയരുത്. ദേ കൊണ്ടുവാ. സമ്മാനപ്പൊതി ഒന്ന് തുറന്നു നോക്കിയോളൂ. ഹലോ കമ്മീഷണർ സാർ, ഞാനൊരു പരോപകാരം ചെയ്യാൻ വന്നതാണ്. എന്നെ കൊണ്ടാവുന്ന പോലൊരു പുണ്യപ്രവൃത്തി. സാറ് നോക്കണം, ഒരു പാവം പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അനാഥമായി റോഡ് വക്കി കിടക്കുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഇവിടുത്തെ നിയമത്തോട് അവജ്ഞ തോന്നി. ഞാനത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന ചെറിയൊരു സഹായം. വരട്ടെ. ദേവരാജനും സോജനുമാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിലെന്ന് നിങ്ങൾ വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല. തെളിവുകളുണ്ടോ? സാർ, മിനിയെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് എൻ്റെ മകൾ കണ്ടതാണ്. അവളുടെ ബോഡി ദേവരാജൻ മഞ്ജുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് മഞ്ജുവും ഞാനും സാക്ഷികളാണ്.
അതിനൊക്കെ പുറമെ അതുകൊണ്ട് കൊല ചെയ്ത അയാളാണെന്ന് വരുന്നില്ലല്ലോ. അത് കൊള്ളാം സാർ. ഈ നാട്ടിലെ വെറും ഒരു സാധാ പോലീസുകാരന്റെ വില പോലും പോലീസ് കമ്മീഷണറായ എന്റെ വാക്കുകൾക്ക് സാർ തരുന്നില്ല എന്നുള്ളതിൽ സന്തോഷമുണ്ട് സാർ. വേണുഗോപാൽ, സത്യം മറച്ചു വെക്കാനായി സാറ് കാണിക്കുന്ന ഈ വ്യഗ്രത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതേ വികാരം തന്നെയാണ് സാർ എന്റേതും. സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം. താൻ ആരോടാ സംസാരിക്കുന്ന ഓർമ്മയുണ്ടോ? താൻ പോടോ പുല്ലേ. കുറെ കാലമായി തന്റെ മുഖത്ത് നോക്കി 4 വാക്ക് പറയണമെന്ന് ഞാൻ ആലോചിക്കുന്നു. താൻ പറഞ്ഞല്ലോ ദേവരാജൻ നിരപരാധിയാണെന്ന്. അവനെ പോലുള്ളവർക്ക് മാമാപ്പണി വരെ ചെയ്ത് സമ്പാദിച്ച് ഈ കസേരയിൽ ഇരിക്കുമ്പോ ആർക്കും അതേ തോന്നും. എടാ റാസ്കൽ, നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യുമായിരിക്കും. താൻ എന്നെ ഒരു കോപ്പും ചെയ്യില്ലടോ. വികാരമൊന്നും കൊള്ളണ്ട. ഇത്രയും പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലിൽ തൊപ്പി ഊരി വെച്ചങ്ങ് ഇറങ്ങിപ്പോകുമെന്നും കരുതണ്ട. ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെ ഞാനിത് സമ്പാദിച്ചത്. അത് തന്നെ പോലെ ഒരു നാരിയുടെ മുമ്പിൽ അഴിച്ചു വെച്ച് പോയാൽ ജനം എന്നെ ചൂല് കൊണ്ടടിക്കും. ഇതാ എന്റെ ഐഡന്റിറ്റി കാർഡ്. അധോലോക നായകന്മാരുടെയും രാഷ്ട്രീയ കോമരങ്ങളുടെയും മുമ്പിൽ തൊപ്പി ഊരാത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു എന്ന് എന്നെങ്കിലും പറയാനൊരു തെളിവ്. സൂക്ഷിച്ചു വെച്ചോ. ഗുഡ് ബൈ. What happened? എന്താ സംഭവിച്ചത്? മിനിയെ അവര് ഇന്നലെയായിരുന്നു. I said drop it. Drop it, I say. കൊലയാളിയെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസ് ഓഫീസർ സോജനെ അവൻ കൊന്നിരിക്കുന്നു. തന്റെ കമ്മീഷണർ കൂടെ കൂട്ടുനിന്നിട്ടാണെന്ന് എനിക്കറിയാം. വെട്ടി നീക്കവനെ, അല്ലെങ്കിൽ തന്നെ ഞാൻ കഴിവെറ്റും. ആഭ്യന്തരമന്ത്രിയെ കഴിവിലേറ്റാനല്ല ഞാൻ അയാളെ കമ്മീഷണറാക്കിയത്. അത് താൻ അയാളോട് പറഞ്ഞില്ലേ? കൊല്ലപ്പെട്ട ഒരു പോലീസ് ഓഫീസറാ. വേണുഗോപാലിനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു സാർ. അയാൾ പറയുന്നത് അയാൾ ഒരു ചുക്കും പറയണ്ട, സസ്പെൻഡ് ചെയ്യും. 2 മണിക്കൂറിനകം അയാൾ ഇവിടുന്ന് കെട്ടിച്ചിരിക്കണം. വേറെ ഒന്നും എനിക്കറിയണ്ട സാർ. അവിടെ ഇരിക്കണോ? എങ്ങനെ വന്നു എന്നാവും, അതും IG പുറത്തുള്ളപ്പം. എടോ,
പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ചോരയും നീര് ഒഴിക്കുക. ഇവരുടെയൊക്കെ മക്കളും ജ്യേഷ്ഠന്മാരും തന്നെയാ പുറത്ത് കാവ നിൽക്കുന്ന പാവം പോലീസുകാരൻ. കളിപ്പന്ത് തട്ടും പോലെ നീയൊക്കെ അവരെ തട്ടി കളിച്ചപ്പോ മനസ്സിൽ അവരും കുറിച്ചിട്ടുണ്ടാവും അവർക്കും ഒരു ദിവസം. അതിപ്പോ ഒത്തു വന്നു. നിന്നെ കൈകാര്യം ചെയ്യാനുള്ള ദിവസം. നീ എവിടെ നിന്നിട്ടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാമോ? ഈ കസേര കയറിയുന്ന കൊമ്പ് വരുമെന്നാ നിന്റെയൊക്കെ വിചാരം? ഇതുപോലുള്ള പാവം ജനങ്ങളെ കുപ്പിയിലിറക്കി കുംഭകോണം നടത്തുന്ന കള്ളക്കടത്തുകാരുടെ വാക്കുകൾ കേട്ട് താൻ ആ കമ്മീഷണർ സസ്പെൻഡ് ചെയ്യില്ലടോ. കള്ള കഴിവേറി കൊന്നുകളയും ഞാൻ. പിൻവലിക്കണോ കമ്മീഷണർ സസ്പെൻഷൻ ഓർഡർ? ഓർഡർ ഇടാൻ. പിന്നെ തന്റെ സൗജന്യം ഒന്നും വേണ്ട മോഹൻ. ഞെട്ടൽ രോഗം തീർത്തും മാറിയെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ കേട്ടാ മതി. ഉലുവാപ്പാറ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ഗ്രൂപ്പുകൾ ദേവരാജിന് പതിച്ചു കൊടുക്കാൻ കൂട്ടുന്നതിന് താൻ 1 കോടി രൂപ കൈക്കൂലി വാങ്ങിയതിന്റെ രേഖകൾ. ആ തുക സ്വന്തം ഭാര്യയുടെയും വെപ്പാട്ടുകളുടെയും പേരിൽ പല ബാങ്കുകളിൽ ഇട്ടതിന്റെ അക്കൗണ്ട് നമ്പറുകൾ, താൻ 1 കോടി രൂപ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആളിന്റെയും ആ സൂട്ട് കേസ് വാങ്ങിച്ച ഷോപ്പ് ഉടമയുടെയും അഫിഡവിറ്റ്. 1 കോടി രൂപ ഒരു സൂട്ട് കേസിൽ കൊള്ളില്ലെന്നൊന്നും താൻ എന്നോട് പറയണ്ട. പത്രത്തിലെല്ലാം നിഷേധിക്കുമായിരിക്കും. പക്ഷെ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ PKR ധാരാളം മതി. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇരുമ്പ് വിഴുങ്ങുമ്പോ ഓർക്കണം ചുക്ക് കഷായം ഫലിക്കില്ലെന്ന്. ഞാൻ ഈ ഡോക്യുമെന്റ്സ് തൽക്കാലം ആരെയും കാണിക്കുന്നില്ല. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നിന്നൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാ PKR പിച്ചക്കാശ് വേണ്ടടാ. പറയുന്നത് പോലെ അങ്ങ് ചെയ്തേച്ചാ മതി. പാം, ഞാൻ ഇനിയും വരും. 50 പൊട്ടന്മാര് ചേർന്ന ഒരു പട്ട് രാവില്ല ഗംഗാര. വരട്ടെ. ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ചില വസ്തുതകൾ നിങ്ങളിലൂടെ ജനങ്ങൾ അറിയാനാണ്. എന്റെ അച്ഛൻ ദാമോദര മേനോൻ പ്രജാ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാം ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ പാർട്ടിയിൽ ആദർശത്തിനായിരുന്നു പ്രാധാന്യം. പക്ഷേ ഇപ്പൊ ഞാൻ തുറന്നു പറയുന്നു, ഈ പാർട്ടി മുഖംമൂടി ധരിച്ചിരിക്കുന്നു. ഈ പാർട്ടി എനിക്ക് വേണ്ട. അച്ഛനോട് കാണിച്ച കൊടും ക്രൂരതയ്ക്കും ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന വിശ്വാസവഞ്ചനയ്ക്കും ദേവരാജനും ഗംഗാധരനും അരവിന്ദാക്ഷനും ഉൾപ്പെടുന്ന ഉപജാപക സംഘത്തിന്റെ ജനദ്രോഹപരമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് തിരിച്ചടി എന്ന പോലെ ഒരു കൊടിക്കൂറയുടെയും നിറത്തിന്റെയും സ്വാധീനമില്ലാതെ മാറ്റത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു 3ാം മുന്നണി ജനാധിപത്യ സംരക്ഷണ സമിതി രൂപവൽക്കരിക്കുന്നു. ഈ മുന്നണി ശ്രീ അലക്സാണ്ടറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു. കമ്മീഷണറോട് നമ്മുടെ നീക്കങ്ങളെല്ലാം അറിയിക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പൊന്നുമില്ല. കാരണം സത്യം എന്തായാലും ഡാനിയെ കൈ കിട്ടിയാൽ അയാൾ വെറുതെ വിടും തോന്നില്ല. അതുറപ്പാ. ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല രാഘവേട്ട. ഇതൊരവസാനത്തെ കളിയാണെന്ന് എനിക്കറിയാം. ഈ ഗെയിമിൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തന്നെ അറിയാത്ത സ്ഥിതിക്ക് നോ, ഡാനിക്കൊന്നും സംഭവിക്കില്ല. എന്റെയും രാഘവേട്ടന്റെയും എല്ലാവരുടെയും പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇപ്പോ കളിയിൽ ജയിച്ചു നിൽക്കുന്നത് ദേവരാജനാണ്. അത് മറക്കരുത്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവരാജിന്റെ ആയുധങ്ങളിൽ ഇപ്പോ CI സോജൻ നഷ്ടപ്പെട്ടു. ഇനി അരവിന്ദാക്ഷൻ. ഹലോ, ഇവിടെ ഒരു വിവരവുമില്ല. ഞാൻ എവിടെ പോയി ചോദിക്കാൻ? അളിയൻ എന്നെ വിടുന്നില്ലതേ. ഇവിടെ ആകെ ചള കുളമാ. നീയും പിള്ളേരും ഒന്നും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. എന്റെ പൊന്നു പെമ്പറത്തോരെ, നിന്റെ ചേട്ടനോട് പറയേ എന്നെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ. ആ പിന്നെ ഇഞ്ചിയുടെ മാർക്കറ്റ് ഇപ്പൊ എങ്ങനെയുണ്ട്? തെക്കേപ്പറമ്പിലെ ഇഞ്ചിക്ക് ചാണകം വിട്ടോ? അല്ലടി, ചാണകം. എന്താ PK ഇത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇഞ്ചിക്കിടാൻ ചാണകം വേണ്ടി വരില്ല.
നിന്നെ വെട്ടി നുറുക്കി വളമാക്കും ഞാൻ. മൊഴിയെടുക്കാനാ ഞാൻ വന്നത്. അയ്യോ അയ്യോ, അത് മരണമൊഴിയാകണോ വേണ്ടയോന്ന് തനിക്ക് തന്നെ തീരുമാനിക്കാം. അയ്യോ. പറയൂ, പറയാൻ പറയാൻ. അയ്യോ, എന്നോട് ക്ഷമിക്കണേ, ഞാനെല്ലാം തുറന്നു പറയാം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കള്ളസാക്ഷി പറഞ്ഞത് അളിയൻ പറഞ്ഞിട്ടാ മുഖ്യമന്ത്രിയെ കൊന്നത് അല്ലെന്ന് എനിക്കറിയാം. ആദ്യ ഡിസൂസയാ അളിയന്റെ ആളാ അവൻ. അവനിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ എവിടെ വെച്ച് വേണമെങ്കിലും തുറന്നു പറയാം. വീഡിയോ ആണെങ്കിൽ വീഡിയോ, ടേപ്പ് ആണെങ്കിൽ ടേപ്പ്. പക്ഷേ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്റെ ഭാര്യയും 4 പിള്ളേരും പണിയാധാരമാവേ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. മരണത്തിന്റെ ഒച്ചയ്ക്ക് കാതോർത്തിരിക്കുകയായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഇത് മുഴുവൻ നിനക്കുള്ളതാ. കൊന്നും കൊടുത്തും ഞാൻ വാരിക്കൂട്ടിയ എന്റെ സമ്പാദ്യം മുഴുവൻ നീ എടുത്തോ. പകരം നീ എനിക്ക് തരേണ്ടത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, കാത്തിരിക്കുന്ന ആ ഒറ്റ ദിവസം, ഡിസംബർ 31. ഇതും പോരെങ്കിൽ പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും തരാം. പക്ഷേ ദേവരാജനെ കാസറ്റ് കിട്ടിയിരിക്കണം. രാഘവേട്ടാ, രാഘവേട്ടാ, ആരാണ് ചെയ്തത്? ലോറൻസ്
താൻ ഒരുത്തം കാരണമായി ഇതൊക്കെ സംഭവിച്ചത്. എന്റെ പെങ്ങളെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് ചിണുങ്ങാൻ തന്റെ കഴുത്തിൽ തല കാണില്ലായിരുന്നു. അതിന് തലയുടെ ഉണ്ടായിരുന്നിട്ട് വേണ്ടേ? സത്യം പറഞ്ഞാൽ അളിയനെടുക്കും, പറഞ്ഞില്ലെങ്കിൽ അവനെടുക്കും. ഇനി എനിക്ക് തല ഇല്ലാതിരിക്കാനായിരിക്കും എന്റെ തലയിലെടുത്ത് പറയുമ്പോഴേ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോയി. ഇല്ലേ, ഈ ജന്മത്തിലുണ്ടാകിയല്ലേ ഞാൻ പോയി എന്റെ പഴയ ഇഞ്ചി കൃഷിയായിട്ട് ജീവിച്ചോളാം. ദയവീത് എന്നെ ഇങ്ങനെ മന്ത്രിയാക്കി ഉപദ്രവിക്കരുത്. ഇനി ദേവരാജൻ കളിക്കാൻ പോകുന്നത് കണ്ടോ? വടാ. ഇപ്പോഴീ തിരുത്തൽവാദി ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചു കൂട്ടേണ്ട ആവശ്യം എനിക്കില്ല. എന്നാലും കാര്യങ്ങൾ നേരെ ചൊവ്വേ നീങ്ങട്ടെ എന്ന് കരുതിയാണ് ഞാനത് ചെയ്തത്. ദേവരാജൻ എന്താ ഒരു കുഴപ്പം? കാശിന് കാശ് തന്നിട്ടുണ്ട്. ഗതികേട് വന്നപ്പോഴൊക്കെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും പാത്തും പതുങ്ങിയും അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിച്ചിട്ടുമുണ്ട്. ജനങ്ങളെ അപ്പുറത്ത് നിന്ന് പ്രക്ഷോഭം ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടിയുടെ അഭിമാനമായിരുന്ന അന്തരിച്ച ദാമോദര മേനോന്റെ മോള് പ്രതിപക്ഷത്തെ പിന്താങ്ങിക്കൊണ്ട് പാർട്ടിയുമായി യുദ്ധം ചെയ്യുന്നു. ഇത് കൂടുതൽ നാരായണി പാർട്ടിക്ക് എന്ത് വേണടോ? നിങ്ങൾക്ക് നാണമുണ്ടോ പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞ് തലപ്പത്തിരിക്കാൻ? ഈ രാജ്യത്ത് ജനങ്ങൾ പൊറുക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ നൂറ്റാണ്ടിൽ നമ്മുടെ പാർട്ടിക്ക് നാട് ഭരിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഏത് അങ്ങനത്തെ ദേവരാജനായാലും നമ്മുടെ പാർട്ടി ആത്മഹത്യ ചെയ്യാൻ ഞാനും എന്റെ ഗ്രൂപ്പും അനുവദിക്കില്ല. ജനങ്ങളോട് ഞങ്ങൾ തുറന്നു പറയും ഇത് കൊടും ചതിയാണെന്ന്. ആർക്കാടാ പ്രശ്നം? ഇറങ്ങി പോണോ? പൊയ്ക്കോ, പക്ഷെ ശവങ്ങളായിട്ടായിരിക്കുമെന്ന് മാത്രം. ദേവരാജൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസംബർ 31 ആണെങ്കിൽ അന്ന് പാർട്ടി എതിരില്ലാതെ ദേവരാജനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കും. നോമിനേറ്റ് ചെയ്യാൻ മനസ്സിലിടോ. എതിർക്കുന്നവർക്ക് ദേവരാജന്റെ മറുപടി ശബ്ദമുയർത്തിയാൽ നിയമസഭ പോയിട്ട് അടുത്ത വെളുപ്പാങ്കാലം പോലും നീയൊന്നും കാണില്ല. പിടിച്ച് കേൾക്കണ എല്ലാവരെയും. ആന്ധ്ര സ്റ്റൈലോ മദ്രാസ് സ്റ്റൈലോ ആവട്ടെ, കിഡ്നാപ്പിംഗ് ഈസ് എൻ ഒഫൻസ്. അതും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ജനപ്രതിനിധികളെ. അതിന് ആഭ്യന്തരമന്ത്രിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടി അത് തടയേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണ്. കടമകൾ താൻ എന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെ പോലുള്ളവരെ പഠിപ്പിച്ചൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം. പകരം സത്യസന്ധരായ കുറച്ച് പോലീസുകാരുണ്ട് എന്റെ കീഴിൽ. പഠിക്കാൻ കഴിവുള്ളവർ, പറഞ്ഞാൽ മനസ്സിലാകുന്നവർ. സായനപത്രം ചൂടുള്ള വാർത്ത. MLA-മാരെ തട്ടിക്കൊണ്ടുപോയി മന്ത്രിസഭ പ്രതിസന്ധിയിൽ. സായനപത്രം. കുഞ്ഞേ, ദേവരാജൻ PKR-നെ കൊന്നു. MLA-മാർ തട്ടിക്കൊണ്ടുപോയി. കുഞ്ഞു സൂക്ഷിച്ചോണം, അവർ തീക്കൽ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കറിയില്ല, അവരെ തിരക്ക് ഞാൻ ഇറങ്ങിയേ. Look, I want full details regarding all his business establishments. Sir. That too immediately. വിളിച്ചോണ്ട് വാടാ എല്ലാത്തിനും.
കുറച്ചു മുമ്പ് വീമ്പിളക്കിയ മുട്ടാളന്മാർക്ക് എന്ത് പറ്റി? ഭയന്നോ? കൊണ്ടുപോടാ അതെല്ലാം. ഡിസംബർ 31, ഇനി 3 ദിവസം കൂടി. അന്ന് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യുന്നു, എന്റെ ഇഷ്ടപ്രകാരം. ബാലറ്റ് പേപ്പർ എന്നെ കൊന്നാൽ ഞാൻ ചെയ്യില്ല. ചെയ്യും, ജീവനോട് തന്നെ. അല്ലെ ദേവരാജൻ ചെയ്യിക്കും. വേണ്ട, ചിലപ്പോ കള്ളപ്പെടും. വിരലടയാളം മതി. അങ്ങനെ എല്ലാരും വാ. ഓടാ. ദേവരാജൻ മുഖ്യമന്ത്രി.
അടുത്ത് വരരുത്. കൊല്ലി ഞാൻ ഡാനി, ഡ്രോപ്പ് യുവർ ഗൺ. You made me do it! You made me do it! എന്റെ പെങ്ങളെ കൊന്നു, എന്റെ ജീവിതം തുലച്ചു, എന്നെ കൊലപാതകയാക്കി. You bastard! മൂല്യങ്ങളും പ്രതികരണവും നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ ബലിയാടാണിത്. സ്വന്തം ചോരയിൽ എഴുതിയ അവന്റെ ഈ കഥ തലമുറകൾക്കൊരു പാഠമാവട്ടെ.